കൃത്യമായി ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിന്റെ പിന്നിൽ, ശബരിമല കൊള്ളയുടെ പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ട്. ഈ കുറുവ സംഘം ആണ് പോറ്റീന്റെ പിന്നിലും. പോറ്റീനെ പ്രോത്സാഹിക്കുന്ന സോണിയാഗാന്ധിജിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാഗാന്ധിജിയും LDFന്റെ മുതിർന്ന നേതാവായ മുഖ്യമന്ത്രി. 4 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസങ്ങളായി. അവരെ പറ്റിയാണ് ആദ്യം അവർ പറയേണ്ടത്. ഈ 4 നേതാക്കന്മാർക്കെതിരെയും പാർട്ടി ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. അവരെ രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശരിയായ രൂപത്തിലാണ് അന്വേഷണം പോകുന്നതെന്ന് അന്വേഷണത്തിന് നേരെ മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഒരു സമ്മർദ്ദവും SITക്ക് മുകളിൽ ഇല്ല എന്നതും ഹൈക്കോടതി വ്യക്തമാക്കി. അപ്പോൾ സമ്മർദ്ദമുണ്ട് എന്ന് പറഞ്ഞ് ഇത് വഴിതെറ്റിക്കാൻ ശ്രമിച്ചവർക്കെതിരെയുള്ള ശക്തമായൊരു താക്കീതാണ് ഹൈക്കോടതി നടത്തിയിട്ടുള്ളത്. നമസ്കാരം. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം തുടങ്ങിയതിന്റെ 88ാം ദിവസം കേരളം ഞെട്ടിയത് തന്ത്രി അഴിക്കുള്ളിലേക്ക് പോകുന്നത് കണ്ടാണ്. 2ാം ദിനം വരുന്ന വാർത്തകൾ കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുരുക്ക് മുറുകുന്നു എന്നതാണ്. ദ്വാരപാലക ശില്പപാളികളിലെ സ്വർണ്ണമോഷണ കേസിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ SIT നീക്കം തുടങ്ങിയെന്നതാണ് വിവരം. തെളിവുകൾ തേടി അന്വേഷണ സംഘം തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട് അരിച്ചുപെറുക്കുകയാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നവർ തന്ത്രി അറസ്റ്റിലായതോടെ U-ടേൺ അടിക്കാൻ തുടങ്ങിയോ? മന്ത്രിയെ രക്ഷിക്കാനാണ് തന്ത്രിയെ പിടിച്ചതെന്നാണ് BJPയുടെ ആരോപണം. തന്ത്രിയുടെ വീട്ടിൽ പോയി നേതാക്കൾ പിന്തുണ നൽകുകയും ചെയ്തു. തന്ത്രിയുടെ അറസ്റ്റോടെ സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ നീക്കമെന്ന സംശയമാണ് UDF ഉയർത്തുന്നത്. എല്ലാ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കേണ്ടെന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. തന്ത്രി പിടിയിലാകുമ്പോൾ സംരക്ഷണ കവചം ഒരുക്കാനാണോ രാഷ്ട്രീയ പാർട്ടികളുടെ നീക്കം? തന്ത്രിയിൽ അന്വേഷണം ഒതുക്കാൻ നോക്കുന്നുവെന്ന ആരോപണത്തിന് അടിസ്ഥാനമുണ്ടോ? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തന്ത്രിക്ക് സംരക്ഷണ കവചം ഒരുക്കുന്നോ എന്നതാണ് നമ്മുടെ ചോദ്യം. ഈ ചർച്ചയിൽ എനിക്കൊപ്പം ശ്രീ A. സമ്പത്ത് CPMനെ പ്രതിനിധീകരിച്ച്, ശ്രീ വസന്ത് തെങ്ങമ്പള്ളി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ശ്രീ ശ്യാം രാജ് BJP പ്രതിനിധി, ശ്രീ രാഹുൽ ഈശ്വർ തന്ത്രി കുടുംബാംഗം എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം BJP പ്രതിനിധി ശ്യാം രാജിലേക്ക്. ശ്യാം, ഇന്നലെ വരെ എല്ലാവരെയും പിടികൂടണം, അന്വേഷണം മുന്നോട്ട് പോകണം, CBI വരണം, എല്ലാവരെയും അഴിക്കുള്ളിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന BJP എന്തുകൊണ്ടാണ് തന്ത്രി അറസ്റ്റിലായപ്പോൾ തന്ത്രിക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്നത്? തന്ത്രി ഈ കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണല്ലോ അറസ്റ്റിലായിരിക്കുന്നത്. അല്ല, ഇന്നിപ്പോ ആരെങ്കിലും അറസ്റ്റ് ചെയ്യേണ്ടത് ഞങ്ങൾ പറഞ്ഞോ? ആരെയും അറസ്റ്റ് ചെയ്യേണ്ട എന്നോ CBI അന്വേഷണം വരേണ്ട എന്നോ ഞങ്ങൾ ഇന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. ഇവിടെ പ്രാഥമികമായിട്ടുള്ള പ്രശ്നം എന്താണ് രേണുക? ഞങ്ങൾ പറയുന്നത് തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊള്ളട്ടെ. തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേസിലെ 11ാമത്തെ അറസ്റ്റാണ്. എന്നോട് ചോദ്യം ചോദിച്ചതുകൊണ്ടാണ്. ഈ കേസിലെ 11ാമത്തെ അറസ്റ്റ് ആയിരുന്നുവല്ലോ. ഈ ഏതെങ്കിലും പ്രതികളുടെ വീട്ടിൽ BJP നേതാക്കൾ അറസ്റ്റിന്റെ തൊട്ടടുത്ത ദിവസം പോയി ആശ്വസിപ്പിച്ച വേറൊരു ഇൻസിഡന്റ് താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാനുണ്ടോ? അത് ശരി. പത്മകുമാർ CPMന്റെ മുന്നേ മലയുടെ വീട്ടിൽ ഞങ്ങൾ പോണായിരുന്നു. ഞങ്ങൾ പോകുന്നതിന് ന്യായം വേണ്ടേ? ന്യായമുള്ളിടത്തല്ലേ ഞങ്ങൾ പോയി. ഞങ്ങൾക്ക് എന്റെ തോന്നുന്നിടത്ത് വെറുതെ നിങ്ങൾ എല്ലാരും പറയുന്നിടത്ത് പോകാൻ വേണ്ടി പറ്റുമോ? ഇന്ന് പോയിട്ടുള്ളത് ഇന്ന് അതിന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടുത്തെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പോയതിന്റെ റീസണും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് റീസൺ? അവിടെ അതിലോട്ടാണ് ഞാൻ വരുന്നത്. തോക്കിൽ കയറി വെടിവെക്കില്ല, ഞാൻ പറയാം. അതിലോട്ടാണ് ഞാൻ വരുന്നത്. ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ രേണുക? ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, തന്ത്രിയല്ല ഏതൊരാളും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നതിന് BJP എതിരല്ല. അന്നും ഇന്നും ഇനിയും എതിരല്ല. പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ഇടപെടേണ്ടി വരുന്നതിൽ താങ്കൾ ക്ഷമിക്കുക. അല്ല, ഇത് താങ്കൾ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നുണ്ടോ? ഇല്ലില്ല, ഒറ്റ കാര്യം പറ്റില്ല. ഞാൻ പറയാനുള്ളത് പറഞ്ഞോണ്ട് ഞാൻ പറയാനുള്ളത് പറഞ്ഞോണ്ട് ചോദിച്ചു. അതുപോലെ ഞാൻ പറയാം. ഇവിടെ പ്രശ്നം തന്ത്രിയെ കാണിച്ചിട്ട് മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാനാണോ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രശ്നം ഇരിക്കുന്നത്. ഇവിടെ അടിസ്ഥാനപരമായിട്ട് ശബരിമലയിലെ അഡ്മിനിസ്ട്രേഷന്റെ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന
ഇവിടെ പ്രശ്നം അവിടുത്തെ സ്വർണ്ണപ്പാളി അടക്കമുള്ള സ്വർണ്ണം ശബരിമലയിൽ നിന്ന് പോയതാണല്ലോ. ആ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ദേവസ്വത്തിലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഈ ദേവസ്വം ബോർഡ് പത്മകുമാർ എന്ന് പറയുന്ന ദേവസ്വം പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ശങ്കർദാസ് എന്ന് പറയുന്ന ആ ദേവസ്വം മെമ്പറിനെ എന്തിന് അറസ്റ്റ് ചെയ്തില്ല അവർ ചോദ്യം ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന് ചോദ്യം ചോദിച്ചിരുന്നു. അദ്ദേഹം നേരെ സുപ്രീം കോടതിയിൽ പോയിരുന്നു. സുപ്രീം കോടതി ചോദിച്ചത് ദൈവങ്ങളെ പോലെ നിങ്ങൾ വെറുതെ വിട്ടില്ലല്ലോ എന്നാണ്. അങ്ങനെ തിരിച്ചു വന്നൊരു ദേവസ്വം ബോർഡിന്റെ മെമ്പറുണ്ട്, CPM നേതാവുണ്ട്. എന്താ അറസ്റ്റ് ചെയ്യാത്തത്? അടിസ്ഥാനപരമായിട്ട് അഡ്മിനിസ്ട്രേഷൻ അതല്ലെങ്കിൽ ഈ അവിടുത്തെ സ്വർണവും അവിടെ ഭഗവാന്റെ സ്വത്തുവകകളും കൈകാര്യം ചെയ്യുന്ന, അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുള്ള ആളുകളെ വളരെ രഹസ്യമായിട്ട് ചോദ്യം ചെയ്യുകയും അവർക്ക് നോവാത്ത രീതിയിൽ അവരെ അറസ്റ്റ് ചെയ്യാതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ താങ്കൾ ഈ പറഞ്ഞതിന് ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ താങ്കളുടെ പക്കൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എന്തായാലും SIT രാജീവ് ചന്ദ്രശേഖറോ ശ്യാം രാജോ പറയുന്നത് പോലെ അല്ലല്ലോ അന്വേഷണം നടത്തുന്നത്. അവർ ഈ കേസിൽ അന്വേഷണം നടത്തുന്നുണ്ട്, ഓരോ വ്യക്തികളെയായി അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്ത്രിയിലേക്ക് ഈ അന്വേഷണം എത്തിയപ്പോൾ അത് ജനശ്രദ്ധ തിരിക്കാനാണ്, അവിടെ വെച്ച് അന്വേഷണം നിർത്താനാണ് എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകുന്നത് എങ്ങനെ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംശയം? അന്വേഷണം നിർത്തിയെന്ന് SIT പറഞ്ഞോ? അത് ശരി. കേരളത്തില് കുറെ വർഷങ്ങളായിട്ട് മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ച നടത്താറില്ലേ? 3 അഭിപ്രായങ്ങൾ വരാറില്ല. പ്രധാനപ്പെട്ടതും CPM-ന്റെയും കോൺഗ്രസിന്റെയും മറ്റ് നിരീക്ഷകർക്ക് പറഞ്ഞ അഭിപ്രായം പറയാറില്ലേ? അതെല്ലാം കൃത്യമായിട്ട് SIT-കളും കോടതികളും പറഞ്ഞ അഭിപ്രായത്തിൽ മാത്രമാണ് ചർച്ച ചെയ്തത്. അതിനുള്ള എതിരഭിപ്രായങ്ങളും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളും നമ്മൾ ചർച്ച ചെയ്യത്തില്ലേ? SIT ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് എതിരഭിപ്രായമുണ്ട്, ഞങ്ങൾക്ക് അതിന് സംശയമുണ്ട്. ആ സംശയങ്ങളാണ് ഞങ്ങൾ പൊതുജനങ്ങളോട് പറയുന്നത്. അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. അല്ല, തന്ത്രിയിലേക്ക് അന്വേഷണം വന്നപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ സംശയം? തന്ത്രി അറിയാതെ ശബരിമലയിൽ എന്തെങ്കിലും നടക്കുമോ? അത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന സംശയമല്ലേ? തന്ത്രി അറിയാതെ ശബരിമലയിൽ എന്തെങ്കിലും നടക്കുമോ? സംശയമല്ല, പിന്നെ രേഖയോട് സംശയം ചോദിക്കാൻ വേണ്ടി പറ്റുമോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ സംശയമാണ് പറയാൻ പറ്റുക. ഞങ്ങളോട് ചോദിക്കാനല്ല ഞങ്ങൾ ഇരിക്കുന്നത് ഇവിടെ. അല്ല, ഈ കേസിൽ 11 പേർ അറസ്റ്റിലായി. 11 പേർ അറസ്റ്റിലായപ്പോഴും ഇത്തരം ഒരു സംശയം നിങ്ങൾക്കില്ല. അവരിൽ അന്വേഷണം അവസാനിക്കുമെന്നോ അവരെ ചൂണ്ടി ആരെങ്കിലും രക്ഷപ്പെടുത്തുമെന്നോ ഒന്നും സംശയം ആ ഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടായില്ല. ഒറ്റയ്ക്ക് ഞാൻ ഇതിനു മുമ്പ് കുറച്ച് നാളുകൾ മുമ്പ് ചർച്ചയ്ക്ക് വന്നപ്പോഴും രേണുക ഈ പറയാൻ വേണ്ടിയിട്ട് സമ്മതിക്കാതെ തോക്കി കയറി ഒഴിക്കുന്ന പരിപാടിയാണ്. രേണുക പറയുന്ന രീതിയിൽ സംസാരിക്കാൻ എനിക്ക് സൗകര്യപ്പെടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത് BJP-യുടെ അഭിപ്രായം പറയാൻ ഞാനോട് വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിന് ശേഷം ചോദ്യം ചോദിക്കാം, ഞാൻ അതിന്റെ ഉത്തരം പറയാം. അതിനാൽ രേണുക തെളിക്കുന്ന വഴിയിലൂടെ BJP-യുടെ പ്രതിനിധി ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞാൽ അത് നടക്കൂല. അത് മനസ്സിലാക്കുക ആദ്യം. ഞാൻ എന്റെ അഭിപ്രായം പറയട്ടെ. ഈ ചർച്ച പറയട്ടെന്ന് എന്റെ അഭിപ്രായം പറയട്ടെ. ഞാൻ എന്റെ പാർട്ടിയുടെ അഭിപ്രായം പറയാനല്ലേ ഇവിടെ വന്നത്. ഇന്ന് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ മുൻ സംസ്ഥാന അധ്യക്ഷൻ വന്നിട്ട് മാധ്യമങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞില്ലേ? അവർ പറയുന്ന അഭിപ്രായം CPM-ന്റെ ആൾക്കാർ നേതാക്കന്മാർ പറഞ്ഞവരാണോ നിങ്ങൾ ശടിച്ചാൽ എങ്ങനെ ശരിയാവുക? ഞങ്ങളുടെ അഭിപ്രായം ഓരോ വിഷയത്തിൽ ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവില്ലേ? രാഷ്ട്രീയപരമായിട്ട് സാമൂഹികപരമായിട്ടുള്ള വീക്ഷണം ഉണ്ടാവില്ലേ? അതല്ല ഞങ്ങൾ മാധ്യമങ്ങളോട് ജനങ്ങളോട് പറയുന്നത്. ഇനി അങ്ങനെ ചിന്തിക്കാൻ പാടില്ല, ഇങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ അങ്ങനെ പറയാം. അങ്ങനെ പറയരുത്. ഞങ്ങളുടെ അഭിപ്രായം പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഈ സമയത്ത് കേരളത്തിലെ മുഴുവൻ ചാനലുകളിലും BJP-യുടെ പ്രതിനിധികൾ വന്നിരിക്കുന്നത് BJP-യുടെ അഭിപ്രായം പറയാനാണ്. ന്യൂസ് 18-ൽ ഞാൻ വന്നിരിക്കുന്നത് BJP-യുടെ അഭിപ്രായം പറയാനാണ്. അത് രേണുകയ്ക്ക് അംഗീകരിക്കാതിരിക്കും, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അത് പറയാനുള്ള സമയം അനുവദിക്കണം. അതിനത് ഇടയ്ക്ക് കയറി കളിക്കുന്ന പരിപാടി. ശ്യാം എന്നോട് ആദ്യമേ തന്നെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ശ്യാം ആദ്യമേ എന്നോട് ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ടാണ് എനിക്ക് ആദ്യം തന്നെ ഇടപെടേണ്ടി വന്നത്. ഇത് താങ്കൾ പറഞ്ഞ് അവസാനിപ്പിക്കും. മാത്രമല്ല ചർച്ച ചെയ്തിരിക്കുന്നത്. ഞാൻ ന്യൂസ് 18 രേണുകയോടൊപ്പം മാത്രമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ന്യൂസ് 18 മാത്രമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. നിങ്ങളാണ് ഇങ്ങനെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. ന്യൂസ് 18 നിങ്ങളാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്. പറയാൻ വേണ്ടി അനുവദിക്കാതെ ഇടയ്ക്ക് കയറിയിട്ട് ഞാൻ പറയട്ടെ, എത്രയോ അവതാരങ്ങളൊപ്പം നമ്മൾ ഇരിക്കുന്നതാണ് എത്ര നാളായിട്ട്. ഇത് നിങ്ങൾ ഒന്ന് കാണുന്നേ ബാക്കിയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാരോട് സംസാരിക്കുന്നതെന്ന് പറയാനുള്ള സമയം കൊടുക്കുന്നേ. അല്ലാതെ ഇടയ്ക്ക് ഇടേണ്ട കാര്യം ഇരിക്കുന്നത് ഞാൻ പറയുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യം ഇരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഇതിനകത്ത് പ്രശ്നം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ശബരിമലയിലെ സ്വർണവും അതോടൊപ്പം തന്നെ അവിടുത്തെ വസ്തുവകകളും സംരക്ഷിക്കേണ്ട ദേവസ്വം, ആ ദേവസ്വത്തിന്റെ മന്ത്രി അവർക്കെതിരെ നടപടി എടുക്കാതിരിക്കുകയും തിടുക്കത്തിൽ തന്നെ ഈ തന്ത്രിക്കെതിരെ നടപടി നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി പെട്ടെന്ന് വലിയ ഒരു പ്രചാരണമൊക്കെ കൊടുക്കുന്നു, അതിനുശേഷം അറസ്റ്റ് ചെയ്യുന്നു. അതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്തുകൊണ്ട് ഇതിന്റെ കസ്റ്റോഡിയനായിട്ടുള്ള തന്ത്രിയാണ് കസ്റ്റോഡിയൻ? വളരെ തെളിച്ചാൻ ചോദിക്കുകയാണ്. ശബരിമലയിലെ വസ്തുവകകളുടെ അവിടുത്തെ സ്വത്ത് വകകളുടെ കസ്റ്റോഡിയൻ ആരാണ്? തന്ത്രിയല്ല. തന്ത്രി ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളാണ്. അവിടെ പൂജാവിധികളും മറ്റാചാരങ്ങളും എങ്ങനെയുണ്ട്, എങ്ങനെ ആയിരിക്കണം എന്ന് പറയേണ്ട ആളാണ്. അടിസ്ഥാനപരമായിട്ട് അവിടെ നിന്ന് ഒരു മുട്ടുസൂചിയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ
ഒരു മൊട്ടുസൂചിയെങ്കിലും ശബരിമലയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ കൈകാര്യം ചെയ്യുന്ന ദേവസ്വം ബോർഡിനും ആ ദേവസ്വം ബോർഡിനെ നയിക്കുന്ന ദേവസ്വം പ്രസിഡന്റിനും ആ പ്രസിഡന്റിന് മുകളിലുള്ള ദേവസ്വം മന്ത്രിക്കും വേണ്ടി അതിന്റെ ഉത്തരവാദിത്വം പറയുന്നത്. അങ്ങോട്ട് കിടക്കാത്തത്. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്യാം, താങ്കൾ അത് വിശദീകരിച്ചു കഴിഞ്ഞല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. താങ്കൾ പറഞ്ഞുവല്ലോ ഈ അന്വേഷണം എന്തുകൊണ്ട് മന്ത്രിമാരിലേക്ക് പോകുന്നില്ല എന്ന്. SIT ആണല്ലോ അന്വേഷണം നടത്തുന്നത്. SIT ആണല്ലോ ഏത് അറസ്റ്റ് എപ്പോൾ ഉണ്ടാകണമെന്ന് തീരുമാനിക്കേണ്ടത്. അതൊരു കാര്യം. താങ്കൾ ഇവിടെ പറഞ്ഞു എടിപിടി ഇന്ന് തന്ത്രിയെ അറസ്റ്റ് ചെയ്തു. ഈ ഇൻട്രോ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു 88ാം ദിവസമാണ് ഈ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഹൈക്കോടതി ഇതിനോടകം 2 തവണ സമയം നീട്ടി നൽകിയ സാഹചര്യമുണ്ട്. അതായത് ഈ അന്വേഷണം പൂർത്തിയാക്കാൻ നൽകിയ സമയം നീട്ടി നൽകി. അത് 88ാം ദിവസം എത്തുമ്പോഴാണ് ഈ അറസ്റ്റ് നടക്കുന്നത്. എടിപിടി എന്നാണോ അറസ്റ്റ് നടന്നത്? അങ്ങനെയാണോ എടിപിടി? അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എടിപിടി എന്നും പറഞ്ഞിട്ട് എന്താണ് ഈ മന്ത്രി അറസ്റ്റ് ചെയ്യാത്തത്? എന്താ അറസ്റ്റ് ചെയ്തത്? ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. എടിപിടി എന്ന് വെച്ചാൽ ഇന്നലത്തെ ഒരു ദിവസം തന്നെ ഇതിനു വേണ്ടിയിട്ടുള്ള വേഗത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എത്ര മീഡിയ എത്ര പ്രാധാന്യത്തോടെ വാർത്ത കൊടുത്തു? ഈ ശങ്കരദാസ് എന്ന് പറഞ്ഞ ആളെ ചോദ്യം ചെയ്തില്ല. എത്ര വാർത്ത കൊടുത്തു? അതെന്താ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പബ്ലിസിറ്റി ഒന്നും വരാതിരുന്ന എന്താണ് ശങ്കരദാസിനെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ചോദിച്ചിട്ട് പോലും അറസ്റ്റ് ചെയ്യാത്തത്? ഇതൊക്കെ സാമാന്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം. എന്റെ ബേസിക് പോയിന്റ് എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ശബരിമലയിലെ സ്ഥാവര ജംഗമ വസ്തുക്കളും ശബരിമലയിലെ സ്വത്തുവകകളുടെയും അടിസ്ഥാനപരമായുള്ള കസ്റ്റഡി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡിലെ ആ ശബരിമലയിൽ നിന്ന് 2019 അവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ പോലും ദേവസ്വം ബോർഡിലെ അംഗമായിരുന്ന ശങ്കരദാസ് എന്ന് പറയുന്ന വ്യക്തി സുപ്രീം. ശരി, ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശബ്ദം വ്യക്തമാകുന്നില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ വസന്ത് തെങ്ങമ്പള്ളി, നോക്കൂ, സ്വർണ്ണക്കൊള്ളയിൽ കുറ്റം ചെയ്തതാരായാലും രംഗത്ത് വരണം, അവരെ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാ ദിവസവും മാധ്യമങ്ങളെ കാണുമ്പോൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. അവിടെ തന്ത്രി, ആ ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും ഉന്നത സ്ഥാനീയനായ വ്യക്തി, ഈ അയ്യപ്പന്റെ തന്നെ പിതൃതുല്യനായ വ്യക്തി അറസ്റ്റിലാകുമ്പോൾ എന്താണ് നിങ്ങൾക്കൊരു ശങ്ക? ഒരു ശങ്കയുമില്ല. രേണു, നേരത്തെ ശ്യാംരാജു പറഞ്ഞ ഒരു കാര്യം അതിനെ കുറച്ചുകൂടി ലീഗലായി ഞാൻ പറഞ്ഞുതരാം. ദേവസ്വം ബോർഡ് ഉണ്ടാവുന്നത് ദേവന്റെ സ്വത്ത് നോക്കാനാണ് ദേവസ്വം ഉണ്ടായത്. ആ ദേവസ്വം ബോർഡിന്റെ ആക്ട് പ്രകാരം ഇന്ത്യയിലെ തന്നെ എല്ലാ ഹിന്ദു ഡേറ്റുകളും, ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണെങ്കിലും ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് തിരുത്താം, ഇന്ത്യയിലെ എല്ലാ ഹിന്ദു ഡേറ്റുകളും മൈനറായാണ് നിയമം കാണുന്നത്. അത് അയ്യപ്പനെ അതെ, കൃഷ്ണനെ അതെ, ബാക്കി എല്ലാവരെയും മൈനറായാണ് ആര് കാണുന്നത്? നിയമം കാണുന്നത്. അപ്പൊ മൈനറിന്റെ സ്വത്തിനൊരു കസ്റ്റോഡിയൻ ഉണ്ടാവണം. ആ കസ്റ്റോഡിയനാണ്, അല്ലെങ്കിൽ ആ സ്വത്തിന്റെ പേരന്റാണ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ നടത്താൻ വേണ്ടി നിയമം വഴി സ്ഥാപിതമായ ദേവസ്വം ബോർഡ്. ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആണ് ദ കസ്റ്റോഡിയൻ ഓഫ് ഈ പറയുന്ന ദേവസ്വത്തിന്റെ സ്വത്തുക്കളുടെ കസ്റ്റോഡിയൻ നിയമപരമായി. ഇനി അപ്പോ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, പിതൃതുല്യൻ എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ പിതൃതുല്യനായി ഈ പറയപ്പെടുന്ന ആരാണ് തന്ത്രി വരുന്നത്? അത് ആരാധനാപരമായാണ്, ആചാരപരമായി അദ്ദേഹം ആരാണ്? പിതൃതുല്യനാണ്. പക്ഷെ നിയമം അങ്ങനെയല്ല. നിയമപരമായി പിതൃതുല്യനായി വരുന്നത്, അല്ലെങ്കിൽ സ്വത്തുക്കൾ നോക്കാൻ ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നത് ദേവസ്വം ബോർഡാണ്. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. ദേവസ്വം ബോർഡിനെ ആകെ നിയന്ത്രിക്കുന്ന ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാണ്. ആ മന്ത്രിസഭയാണ്. ഒരു സംശയം വേണ്ട. അല്ലായിരുന്നുവെങ്കിൽ ഇപ്പോ അടുത്ത ചോദ്യം, ഈ തന്ത്രിക്ക് എന്താണ് ദേവസ്വത്തിന്റെ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക? ദൈവത്തിന്റെ സ്വത്തുക്കളുടെ കാര്യത്തിൽ തന്ത്രിക്ക് എന്താണ് കൺട്രോൾ ഉള്ളത്? ഒരേ ഒരു കൺട്രോളാണത്. അത് അനുജ്ഞ കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് അനുജ്ഞ? അനുജ്ഞ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ദേവസ്വം ബോർഡ് ചേർന്ന് തീരുമാനിക്കുകയാണ്, നാളെ രാവിലെ ശബരിമലയിലെ ഈ 18 പടികളുണ്ടല്ലോ, ആ 18 പടികൾ വേണ്ട, അതൊരു നല്ല നമ്പർ അല്ല, അതുകൊണ്ട് 17 പടികളാക്കിയേക്കാം, ഒരു പടി എടുത്തുകൊണ്ട് പോയി നമുക്ക് ആർക്കെങ്കിലും വിറ്റേക്കാം എന്ന് അവർ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ആ പടി അവിടെ നിന്ന് എടുത്തു മാറ്റാൻ തീരുമാനിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പോൾ ഈ അനുജ്ഞ ഉണ്ടോ എന്ന് നോക്കേണ്ടത് ആരാണ്? തന്ത്രിയാണ്. അനുജ്ഞ എന്ന് പറഞ്ഞാൽ തന്ത്രി നോക്കുക, ദൈവത്തിന്റെ ഹിതം അനുകൂലമാണോ? ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിൽ അയ്യപ്പന്റെ ഹിതം അനുകൂലമാണോ? അതെങ്ങനെയാ നോക്കുക? ദൈവപ്രശ്നം വെച്ച് നോക്കും, അല്ലെങ്കിൽ പ്രശ്നം വെച്ച് നോക്കും, അല്ലെങ്കിൽ ഹിന്ദു ആചാരപ്രകാരം അത് അയ്യപ്പന്റെ ഹിതത്തിന് അനുചിതമാണോ എന്ന് നോക്കും. എന്നിട്ട് ആണെങ്കിൽ ആണ്, അല്ലെങ്കിൽ അല്ല എന്ന് അദ്ദേഹം പറയും. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒരു റോളും ഇല്ലെന്നേ.
ദേവന്റെ സ്വത്ത്. ഇപ്പൊ അയ്യപ്പന്റെ വിഗ്രഹത്തിൽ ഒരു മാല കിടക്കുന്നു, ആ മാല അവിടെ നിന്ന് എടുത്തു മാറ്റണമെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡാണ് അഡ്മിനിസ്ട്രേറ്റീവായ തീരുമാനമെടുക്കുന്നത്. അതിൽ വിശ്വാസപരമായ തീരുമാനം, അത് ദൈവഹിതം നോക്കി അയ്യപ്പന്റെ ഹിതം അനുചിതമാണോ അല്ലയോ എന്ന് നോക്കുകയാണ് തന്ത്രി ചെയ്യുക. ഇനി ഈ കേസിൽ തന്ത്രിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ, അനുജ്ഞ കൊടുത്തത് ദൈവഹിതം അനുസരിച്ചല്ലെങ്കിൽ പങ്കുണ്ടാവും. അനുജ്ഞ കൊടുത്തത് അദ്ദേഹം നോക്കിയ ദൈവപ്രശ്നം വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ദൈവികമായ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങൾ വെച്ച് നോക്കിയപ്പോൾ അനുജ്ഞ അങ്ങനെ അല്ലായിരുന്നു, തിരിച്ചായിരുന്നു. എന്നിട്ടും ഇവരുമായി ചേർന്ന് 120B അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ഗൂഢാലോചന അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം അനുജ്ഞ കൊടുത്തുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റായ ലാഭം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പ്രതി ചേർക്കപ്പെടും. പക്ഷെ ഞങ്ങളുടെ ടേക്ക് എന്താണെന്ന് അറിയാമോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഡിസംബർ മാസം, ക്രിസ്മസിന് ഏതാണ്ട് 2 ആഴ്ച മുമ്പ് കടകംപള്ളി സുരേന്ദ്രന്റെ ക്രിസ്മസ് ഇന്റർവ്യൂ എടുക്കാൻ പോയതായിരുന്നു SIT. ന്യൂസ് 18 ചില മന്ത്രിമാരുടെയൊക്കെ ഇന്റർവ്യൂ എടുത്തില്ലേ, പ്രതിപക്ഷ നേതാക്കളുടെയൊക്കെ ഇന്റർവ്യൂ എടുത്തിട്ട് ക്രിസ്മസിന് ഇതാ നിങ്ങളോട് മനസ്സ് തുറക്കുന്നു നേതാവ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ എടുക്കുന്നു. കടകംപള്ളിയെ ചോദ്യം ചെയ്യണ്ടായിരുന്നു. എന്താ വസന്ത് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ ഗൂഢാലോചന 120B ചുമത്തിയാണ് ഇപ്പോൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷൻ എവിടെ നിൽക്കണം എന്ന കാര്യത്തിൽ ഇപ്പോൾ ഉണ്ട് എന്നത് എനിക്ക് വ്യക്തമാണ്. അത് നേതാക്കളുടെ പ്രതികരണത്തിൽ ഉണ്ട് എന്നത് വ്യക്തമാണ്. എന്തുകൊണ്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ സംശയത്തിന്റെ നിഴലിൽ SITയെ നിർത്തേണ്ടുന്ന ആവശ്യം എന്നതാണ് എന്റെ ചോദ്യം. വസന്തിനോടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം. തന്ത്രിയിലേക്ക് എത്തുമ്പോൾ SITയിലുള്ള വിശ്വാസ്യത നിങ്ങൾക്ക് എങ്ങനെ നഷ്ടപ്പെടുന്നു? വളരെ സ്പെസിഫിക് ആയി 2 ഉത്തരം. ഒന്ന്, തന്ത്രിയുടെ കേസിൽ മാത്രമല്ല 120B FIR ഇട്ടിരിക്കുന്നത്. തന്ത്രിയുടെ കേസിലും അതിനു മുമ്പുള്ള കോന്നി MLA പത്മകുമാറിന്റെ കാര്യത്തിലും മുൻ പത്തനംതിട്ട DC മെമ്പറും സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റുമായ N വിജയകുമാറിന്റെ അറസ്റ്റിലും LC മെമ്പറും കുമ്പള ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിട്ടുള്ള N വാസുവിന്റെ കേസിലുമൊക്കെ FIRൽ 120Bയും 466ഉം 420യും എല്ലാം ഇട്ടിട്ടുണ്ട്. അതായത് സമാനമായി ബഞ്ച് ഓഫ് IPC സെക്ഷൻസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആരെങ്കിലും ഒരാളുടെ കാര്യത്തിൽ സ്പെഷ്യലായി ഇത് കൊണ്ടുവന്നിട്ടില്ല. ഈ കേസുമായി ഉണ്ടായ എല്ലാ അറസ്റ്റിലും SIT ഉപയോഗിച്ചിരിക്കുന്നത് ബഞ്ച് ഓഫ് IPC സെക്ഷനുകളാണ്. അതിൽ 420 ഉണ്ട്, അതായത് തട്ടിപ്പ് നടത്തുക. 466 ഉണ്ട്, ഏത് വ്യാജരേഖ ചമച്ചു എന്നുള്ളതാണ് കേസ്. അതായത് വ്യാജരേഖ ചമയ്ക്കുക എന്ന് പറഞ്ഞാൽ വ്യാജ വിഗ്രഹം ചമച്ചോ എന്ന് പോലും നമ്മൾ കാണേണ്ടതായി വരും. അത് എല്ലാവരുടെ കാര്യത്തിലുണ്ടെന്നേ, അല്ലാതെ തന്ത്രിക്ക് വേണ്ടി സ്പെഷ്യലായി ഒരു വകുപ്പൊന്നും ഇട്ടിട്ടില്ല. 120B എല്ലാവരുടെ കാര്യത്തിലുണ്ട്. ഇനി അതിന്റെ ഉത്തരം ഞാൻ പറയാം. ഞാൻ ചോദിച്ചത് ക്രിസ്മസ് ഈ കുറ്റകൃത്യത്തിലെ ഇൻവോൾവ്മെന്റ് അനുസരിച്ചാണ് ഓരോ വകുപ്പുകൾ ചുമത്തുന്നതെന്നാണ് എനിക്കറിയാവുക. അല്ലാണ്ട് എല്ലാവർക്കും ഇരിക്കട്ടെ ഓരോന്ന് എന്ന് പറഞ്ഞു കൊടുക്കും എന്ന് എനിക്കറിയില്ല. വസന്ത് ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്, എനിക്കറിയില്ല. എന്തായാലും ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് കണ്ടിട്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോയിരിക്കുന്നത്. മാത്രവുമല്ല, ഈ പോറ്റിയെ ആരവിടെ കൊണ്ടുവന്നു, ആരാണ് അവിടെ പോറ്റിക്ക് ഈ രീതിയിൽ കള്ളത്തരങ്ങൾ കാട്ടാൻ, കൊള്ള കാട്ടാനുള്ള അവസരം ഒരുക്കിയതെന്ന് പറയുമ്പോൾ പല മൊഴികളും തന്ത്രിക്കെതിരാണ്. SITക്ക് ലഭിച്ചിട്ടുള്ള പല മൊഴികളും തന്ത്രിക്കെതിരാണ്. രേണു, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ ഈ CPM നേതാക്കളുടെ സന്തോഷം എന്താ? തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, തന്ത്രിക്ക് ജാമ്യം നിഷേധിച്ച് അടുത്ത ദിവസം 13-ാം തീയതി കേൾക്കാം എന്ന് പറഞ്ഞ് തൽക്കാലം ജുഡീഷ്യൽ റിമാൻഡിലേക്ക് വിടുമ്പോൾ അദ്ദേഹം ഒരു ജയിലിലേക്ക് കയറി പോകുമ്പോൾ ഒരു വാതിലിലൂടെ തന്ത്രി കയറുമ്പോൾ N വാസുവും പത്മകുമാറും N വിജയകുമാറും അടക്കമുള്ള CPMന്റെ നേതാക്കളെല്ലാം കുറ്റവിമുക്തരായി ഇപ്പുറം വഴി വരുന്ന പോലെയുള്ള ആനന്ദമാണ് CPM നേതാക്കൾക്ക് ആകെ. തന്ത്രി അറസ്റ്റ് ചെയ്തേ, അതുകൊണ്ട് CPM ഇതിൽ നിന്ന് രക്ഷപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രധാനപ്പെട്ട 3 നേതാക്കൾ ഉള്ളിൽ കിടക്കുകയാണ്. തന്ത്രി ഉള്ളിലേക്ക് പോകുമ്പോൾ അങ്ങനെ ആരെങ്കിലും ആനന്ദം കണ്ടെത്തിയോ എനിക്കറിയില്ല. പക്ഷേ അവരാരെങ്കിലും രക്ഷപ്പെട്ടു പോകുമോ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടോ എന്ന് തോന്നിപ്പോയി തന്ത്രിയുടെ കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് കണ്ടപ്പോൾ. ഞാൻ താങ്കളിലേക്ക് എന്തായാലും തിരിച്ചു വരാം. ശ്രീ A സമ്പത്ത്, നോക്കൂ, ഇവിടെ ഇപ്പോ തന്ത്രി അറസ്റ്റ് ചെയ്തതോടുകൂടി രാഷ്ട്രീയ പാർട്ടികൾക്ക് SITയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന തോന്നലാണ് അവരുടെ പ്രതികരണം കാണുമ്പോൾ ഉണ്ടാകുന്നത്. തന്ത്രിയിൽ നിന്നു പോകുമോ ഈ അന്വേഷണം എന്ന് UDF വല്ലാതെ ഭയക്കുന്നുണ്ട്. മന്ത്രിമാരെ രക്ഷിക്കാനാണ് തന്ത്രിയിലേക്ക് വന്നത്, ജനശ്രദ്ധ തിരിക്കാനാണ് നീക്കം എന്നതാണ് പറയുന്നത്. ഇവരാരുമല്ല, മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെയും CPMന്റെയും ആളുകൾ ഉൾപ്പെട്ട കുറുവ സംഘമാണ് ഇതിന് പിന്നിലെന്നതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെയും സോണിയാഗാന്ധിയുടെയും ഫോട്ടോ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. രേണുക, ഈ രാഷ്ട്രീയമായ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് അതിലേക്ക് കടക്കാനായി ആഗ്രഹിക്കുന്നില്ല. ആദ്യമേ തന്നെ പറഞ്ഞുകൊള്ളട്ടെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെയുള്ളൊരു വിഷയം
കേരള ഹൈക്കോടതി തന്നെ അത്തരത്തിൽ നിയോഗിച്ചതായിട്ടുള്ള ഒരു പ്രത്യേക അന്വേഷണ സംഘം അതിൻ്റേതായ അന്വേഷണം നടക്കുന്ന വേളയിൽ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ SIT തന്നെ അവിടെ സമർപ്പിച്ചിട്ടുള്ള അവരുടെ സബ്മിഷൻ തന്നെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ, അത് രാഷ്ട്രീയമാവാം, മാധ്യമങ്ങളിലുള്ള ചർച്ചകളുടേതാകാം, മറ്റാരെങ്കിലും അത്തരത്തിൽ അങ്ങോട്ടേക്ക് ഈ രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങളുമായി മാർച്ച് നടത്തുന്നതാവാം, അവരവരുടേതായ സ്വതന്ത്രമായ നിഷ്പക്ഷമായ നീതിപൂർവമായ അന്വേഷണം നടത്തുക എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതായ ചുമതല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടേതായിട്ടുള്ള അധികാര അവകാശങ്ങളിന്മേലുള്ള എന്തെങ്കിലും ഒരു കടന്നുകയറ്റമായി അങ്ങനെ എൻ്റെ ചർച്ചയോ, ഇപ്പോൾ ഞാനിവിടെ ബസന്ത് അഭിഭാഷകനാണ് എന്നുള്ളതുപോലെ തന്നെ ഞാനും തൊഴിൽ കൊണ്ട് അഭിഭാഷകൻ, ഞങ്ങൾ ജുഡീഷ്യറിയെ അത്രമാത്രം ബഹുമാനിക്കുന്നവരാണ്. ഞാൻ രേണുകയോട് ഞാനൊരു 5 മിനിറ്റ് ചോദിക്കാനിടയായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ നമ്മൾ ആരെയെങ്കിലും വെള്ളപൂശാനായി രാഷ്ട്രീയമായിട്ടുള്ള മേലങ്കി അണിഞ്ഞുകൊണ്ട് വരുന്നത് ശരിയല്ല. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ രേണുകയുടെ ഒരു പ്രായം വെച്ചിട്ട് ഇത് കുറച്ച് മുന്നേ ഉള്ളൊരു കാര്യമാണ്. 2007 ആണ്ട്, 2007 ഇത് 2026 നമ്മൾ ഈ ചർച്ച നടത്തുന്നത്. അന്ന് കേരള ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് പരിപൂർണൻ CBIയുടെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ്റെ മുൻ ഡയറക്ടറായിരുന്ന ശ്രീ കാർത്തികേയൻ, കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് തുളസീദാസ് എന്നിവർ അടങ്ങുന്നതായ ഒരു കമ്മിറ്റി 2007 ആരുടെ ഗവൺമെൻറ്റാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഒരു ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടു. ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകളിൽ ഒരെണ്ണം മാത്രം ഞാനിപ്പോൾ പറയാം. അത് ഇത് ആരും നിഷേധിക്കാനായി ഇടയില്ലാത്തതാണ്. അതിൽ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യം അഴിമതി, ദുർഭരണം, നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുങ്ങി നിൽക്കുന്നു എന്നാണ്. ആ ദേവസ്വം ബോർഡ് അടിമുടി ശുദ്ധീകരിച്ച് വിശ്വാസം വീണ്ടെടുക്കണം എന്ന്, ദേവസ്വം ബോർഡ് പ്രവർത്തനങ്ങളിൽ സമൂല മാറ്റം വേണമെന്ന് ജസ്റ്റിസ് പരിപൂർണ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുകയാണ്. ആരായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്? ശ്രീ രാമൻ നായരായിരുന്നു. കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ശ്രീ രാമൻ നായർ ഇപ്പോൾ എവിടെയാണ് എല്ലാവർക്കും അറിയുമല്ലോ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ദേവസ്വം ബോർഡിൻ്റെ കാലത്ത് നടന്നതായിട്ടുള്ള വിഷയം തീരുന്നില്ല. നമ്മളിപ്പോൾ ചില ആളുകൾ ഇത്തരം കാര്യങ്ങൾ അന്വേഷണം മുന്നോട്ട് പോകുന്നു, അറസ്റ്റ് ചെയ്യപ്പെട്ടു, അതിലെല്ലാം വല്ലാത്ത വെപ്രാളം ഉണ്ടാവുക സ്വാഭാവികമാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ പറയും ഒരു മൃഗത്തിന് കൊള്ളേണ്ടിടത്ത് അത്തരത്തിൽ അതിൻ്റെ ശരം ഏറ്റുപോയാൽ ഉണ്ടാകുന്ന വെപ്രാളം എന്നത് വളർത്തുനായയ്ക്കാണ് നോവുന്നത് എങ്കിൽ അതിനേക്കാൾ കൂടുതൽ നോവ് അതിൻ്റെ യജമാനനായിരിക്കും എന്നുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് പരിപൂർണൻ ആ കാലത്തെ മുഖ്യ തന്ത്രിയോട് ചോദിച്ച ചില ചോദ്യങ്ങൾ, ഇപ്പോഴത്തെ തന്ത്രിയാണല്ലോ ഇപ്പോൾ വിഷയം, അന്നത്തെ തന്ത്രിയോട് ചോദിച്ച 2008 നമ്മളിത് കുട്ടികളടക്കം ഇരുന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതായിട്ടുള്ളൊരു ചർച്ച ആയതുകൊണ്ട് ആ വിഷയം എന്തെന്ന് ഞാൻ പറയുന്നില്ല, രേണുക ഉൾപ്പെടെ ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് ഓർമ്മയുണ്ടാവും. അദ്ദേഹത്തോട് ചോദിച്ചു, ചോദ്യം ഇതാണ്, താങ്കൾക്ക് ഗായത്രി മന്ത്രം പോലും അറിയില്ലേ? മറുപടി, അറിയില്ല. ഹൈക്കോടതി ഞെട്ടിപ്പോയതാണ്. അവിടെ ചോദിക്കുകയാണ്, ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് താങ്കൾ ക്ഷേത്ര പൂജാരികളെ തിരഞ്ഞെടുക്കാൻ ഇൻ്റർവ്യൂ നടത്തുന്നത്? മറുപടിയില്ല. സംസ്കൃതത്തിൽ അങ്ങയുടേതായ പാണ്ഡിത്യം ഇല്ല. ഇവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടന്നു എന്നുള്ളത് തീരെ അങ്ങ് മറന്നു പോകരുത്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഇത് 120B അല്ല, 120 അല്ല, 420 ആയാലും 420 ആയാലും എല്ലാവരും ഇതിന് കീഴിലാണ്. ദ ഇക്വാളിറ്റി ബിഫോർ ലോ എന്നുള്ളത് എല്ലാവർക്കും ബാധകമാണ്. അവിടെ പ്രത്യേകിച്ച് ആരെങ്കിലും ജനനം കൊണ്ട് ഏതെങ്കിലും കുടുംബത്തിലാണ് എന്നുള്ളത് കൊണ്ട്, അത്തരത്തിലുള്ള സ്വാധീനമുണ്ട് എന്നുള്ളത് കൊണ്ട് ആർക്കും അത്തരത്തിലുള്ള വഴിവിട്ട് ഏതെങ്കിലും വിധത്തിലുള്ളൊരു സഹായം ചെയ്യാൻ ജുഡീഷ്യറിക്കാവില്ല. ഇനി ഞാൻ ഇത് നിർത്താം, ഞാൻ അഭിഭാഷകൻ കൂടിയായതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാനത് പറഞ്ഞു നിർത്തുകയാണ്. ആർക്കെങ്കിലും ഇക്കാര്യത്തിൽ തർക്കമുണ്ട് എങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ SIT ഇത്തരങ്ങൾ മെലോട്ട് ഈ SITയുടെ പ്രവർത്തനങ്ങളെല്ലാം വഴിവിട്ടതാണ്. വി ഹാവ് എ സബ്മിഷൻ ടു മേക്ക്. അവിടെ നിർബന്ധമായും ചെല്ലണം, അത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കണം. അതിന് ഏത് ഇന്ത്യൻ പൗരനും അവകാശമുണ്ട്. അത് കേൾക്കാൻ സ്വാഭാവികമായി ജുഡീഷ്യറി തയ്യാറാവുകയും ചെയ്യും. ഇവിടെ അല്ലാതെ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഇനി ഇത് ഈ അറസ്റ്റ്, റിമാൻഡ്, ജാമ്യാപേക്ഷ എതിർക്കൽ, കുറ്റവിചാരണ, അതിന്റെ ഭാഗമായുള്ള ഞാൻ ചോദിച്ചതിലേക്ക് ഇവിടെ ഇപ്പോൾ UDF-നെ സംബന്ധിച്ച് തന്ത്രിയെ ചൂണ്ടി ഈ കേസന്വേഷണം അവസാനിപ്പിക്കുമോ എന്ന ഒരു സംശയമാണ് ഉണ്ടാകുന്നത്.
കടകംപള്ളി സുരേന്ദ്രൻ, നമുക്കറിയാം SIT പോയ ഇടങ്ങളിലൊക്കെ മാധ്യമങ്ങൾക്ക് എത്താനും കാര്യങ്ങളൊക്കെ അറിയാനും പറ്റി. പക്ഷേ എന്തുകൊണ്ട് കടകംപള്ളി പോയത് ആരും അറിഞ്ഞില്ല എന്നൊരു ചോദ്യം ഈ ചർച്ചയിൽ തന്നെ ഉയർന്നു വന്നു. മറ്റൊന്ന്, ഈ ദേവസ്വം ബോർഡ് അംഗത്തിന്റെ അറസ്റ്റ് ഈ സുപ്രീം കോടതി പറഞ്ഞിട്ടും വൈകുന്നു. അതേത് സാഹചര്യത്തിലാണ് ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നത് എന്ന ചോദ്യമാണ്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാലത്ത് SITയുടെ അന്വേഷണം മന്ദീഭവിച്ചതാണ്. ഇപ്പോഴാണ് ഈ നിലയിലേക്ക് SIT ഒരു അതിവേഗം കേസന്വേഷണത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ കോടതിയുടെ നിരീക്ഷണത്തിൽ എന്ന് പറയുമ്പോൾ പോലും ബാഹ്യ ഇടപെടലുകൾ ഈ അന്വേഷണത്തിൽ ഉണ്ടാകുന്നു എന്നൊരു സംശയമാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ബാഹ്യ ഇടപെടലുകൾ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ട് എന്നുള്ള ആരോപണം ഉണ്ട് എങ്കിൽ അത്തരത്തിൽ ആരോപണം ഉണ്ട് എന്നാണ് എങ്കിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ തന്നെ പറയണം. നമ്മൾ ഇത്തരത്തിലുള്ളൊരു ചർച്ചയിലിരുന്ന് അത്തരത്തിൽ ആരോപണമുണ്ട് എന്ന് പറയലല്ല, എന്നിട്ട് ആരോപണമുണ്ട് എന്ന് മറ്റൊരാൾ പറഞ്ഞു എന്ന് പറയലല്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്ന് പറയാം. ഒരു ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നതിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഒരു BJP നേതാവിൻ്റെ തന്നെ എനിക്ക് ലഭിച്ചതായിട്ടുള്ള ഒരു പോസ്റ്റ് വായിക്കാം. ഇതിൽ പരം നാണക്കേട് ഹൈന്ദവ സമൂഹത്തിന് ഇനി വരാനില്ല. BJP നേതാവിൻ്റെ പോസ്റ്റാണ്. ഇനിയെങ്കിലും ഈ ബ്രാഹ്മണ വിധേയത്വം ഹിന്ദുക്കൾ അവസാനിപ്പിക്കണം. അബ്രാഹ്മണന്മാർക്കും എല്ലാ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യാൻ അവസരം ഉണ്ടാവണം. ബ്രാഹ്മണന്മാരിലെ കള്ളന്മാരും അവിശ്വാസികളും പൂജ ചെയ്യുമ്പോൾ മറ്റുള്ള സമുദായങ്ങളിലെ വിശ്വാസികൾക്കും ധർമ്മിഷ്ഠർക്കും പൂജ ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെടരുത്. ഭഗവാന് മുമ്പിൽ എല്ലാവരും തുല്യരാകട്ടെ. മറ്റൊരു BJP നേതാക്കൾ മറ്റൊരാൾ പറഞ്ഞത്. ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട അത്തരം കാര്യങ്ങൾ ഞാൻ അവരുടെ എല്ലാം പേരെടുത്ത് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയല്ല. ഇപ്പോൾ BJPക്ക് രാഷ്ട്രീയമായി പല അഭിപ്രായങ്ങളും ഉണ്ടാവും, കോൺഗ്രസിനും പല അഭിപ്രായങ്ങളും ഉണ്ടാവും. ഞാനിപ്പോൾ ഇതിൽ പറയുന്നില്ലല്ലോ. ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹം അത്തരത്തിൽ കാർമ്മികത്വം നടത്തിയ അത്തരം കാര്യങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, നമ്മളെല്ലാവരും വിവാഹ ചടങ്ങിനൊക്കെ പങ്കെടുക്കും, അതിൽ കാർമ്മികത്വത്തിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് നേരം നിൽക്കും. അതുകൊണ്ട് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഞാൻ കൊണ്ടുപോയിക്കൊന്നുമല്ല. ഇവിടെ പോലീസിന് നൽകിയതായ ഒരു നമ്പറുണ്ട്, ടെലിഫോൺ നമ്പർ. നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അത് ഒന്ന് അറിയിക്കാനായി നൽകുന്നതായിട്ടുള്ള ഒരു നമ്പറുണ്ട്. ആരുടെ നമ്പറായിരുന്നു ഇദ്ദേഹം ഇപ്പോൾ പ്രതി ചേർക്കപ്പെട്ടു? ഈ ചോദ്യം ചെയ്യുക എന്ന് പറയുമ്പോഴേ രേണുക ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ പറയുന്നൊരു കാര്യമാണ്. പല ആളുകളെയും ഇത്തരത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിപ്പിക്കും. അത് എന്നെ ആവാം, വസന്തനെ ആവാം, അല്ല രേണുകയാവാം, അല്ല മറ്റാരെങ്കിലും ആവാം. അത്തരത്തിൽ നമ്മളെ വിളിപ്പിക്കുന്നു, അല്ലെങ്കിൽ നമ്മളോട് വന്ന് വിവരം ആരായുന്നു എന്നുള്ളത് ഇറ്റ് ഇസ് ഗ്യാതറിങ് ദ ഇൻഫർമേഷനാണ്. അത് ചോദ്യം ചെയ്യൽ എന്ന് മലയാളത്തിൽ നിങ്ങൾ പത്രപ്രവർത്തകരും മാധ്യമപ്രവർത്തകരും പറയുമ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പച്ചയായ അനീതിയാണ് നടക്കുന്നത്, തന്ത്രിക്ക് നീതി കൊടുക്കണം എന്നൊക്കെ താങ്കൾ ആവശ്യപ്പെടുന്നത് കണ്ടത്? കഴിഞ്ഞ ദിവസം വരെയും താങ്കൾ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് എല്ലാവരെയും അന്വേഷണത്തിന് മുന്നിലേക്ക് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട വ്യക്തിയല്ലേ? രേണുകാജി, 3 പോയിന്റ്. ഒന്ന്, ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധിന്യായങ്ങളുണ്ട്. ഒന്നിൽ പോലും തന്ത്രിയെക്കുറിച്ച് നെഗറ്റീവായിട്ടൊരു പരാമർശമില്ല. രണ്ടാമത്തെ കാര്യം, തന്ത്രിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ല. അത് ദേവസ്വം ബോർഡാണ്. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് ഉത്തരവാദിത്തമുള്ളത്. 3, റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് തന്ത്രി ദേവന്റെ അനുമതി മേടിച്ചില്ല എന്നാണ്. അത് SITക്കാർ എങ്ങനെ അറിഞ്ഞു? SITക്കാർ അയ്യപ്പന്റെ മൊഴി എടുത്തോ? പിന്നെ എങ്ങനെ അറിഞ്ഞു അയ്യപ്പൻ ഒന്നെങ്കിൽ അനുമതി കൊടുത്തു അല്ലെങ്കിൽ ഇല്ല എന്ന്? താന്ത്രിക കാര്യങ്ങളിൽ വീഴ്ച വരുത്തി SIT എങ്ങനെ അറിഞ്ഞു? അപ്പൊ യഥാർത്ഥത്തിൽ തന്ത്രിയെ കൊടുക്കാൻ, രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ച് തന്ത്രിയെ കൊടുക്കാനുള്ളൊരു കാര്യമല്ലേ ഇവിടെ ചെയ്തതെന്ന് ആരും സംശയിച്ചു പോകില്ലേ? അതായത് ചില ആൾക്കാർക്ക് നേരെ സംശയത്തിന്റെ മുൾമുന വരുമ്പോൾ ചില ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി തന്ത്രിയെ ബലിയാടാക്കാനും തന്ത്രിയെ കൊടുക്കാനുമുള്ള ഒരു ശ്രമം നടന്നു എന്ന് പകൽ പോലെ വ്യക്തമാകുകയല്ലേ? ഓർക്കുക, ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധിന്യായങ്ങളിൽ ഒന്നിൽ പോലും തന്ത്രിയെ കുറിച്ച് രാഹുൽ നോക്കൂ, ഒന്നിൽ പോലും പരാമർശമില്ല എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുന്നത് SIT ആണ് അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. SIT ആണ് അന്വേഷണം നടത്തുന്നത്, തെളിവ് ശേഖരിക്കുന്നത്, ആളുകളെ അറസ്റ്റ് ചെയ്യുന്നത് SIT ആണ്, അല്ലാണ്ട് ഹൈക്കോടതി അല്ല. അറസ്റ്റ് ചെയ്യുന്നതോ കേസ് അന്വേഷിക്കുന്നതോ ഹൈക്കോടതി അല്ല. നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ സാറിന്റെയും ജസ്റ്റിസ് ജയകുമാറിന്റെയും ബെഞ്ച് ഏതെങ്കിലും രീതിയിൽ ശ്രീ രാജീവർക്കെതിരെ ഒരു സമീപനം എടുത്താൽ അല്ലെങ്കിൽ ഒബ്സർവേഷൻസ് വന്നാൽ ഞാൻ അടക്കമുള്ള വിശ്വാസികൾ അദ്ദേഹത്തെ തള്ളി പറയും. അതിന് താങ്കൾ സമയമെടുത്തോളൂ. നോക്കൂ, പക്ഷേ മറ്റ് 10 പേർ ഈ കേസിൽ അറസ്റ്റിലാകുമ്പോൾ താങ്കൾ എന്തുകൊണ്ട് ഈ സ്റ്റാൻഡ് എടുത്തില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. പത്മകുമാറും വാസുവും മറ്റ് ഈ 10 പേർ അറസ്റ്റിലാകുമ്പോൾ അവർക്ക് താങ്കൾ ഈ സംശയത്തിന്റെ ഗുണം കൊടുത്തില്ലല്ലോ, സംശയത്തിന്റെ ആനുകൂല്യം കൊടുത്തില്ലല്ലോ. ഈ കേസ് തന്നെ രാഷ്ട്രീയ ലാഭ കേസായി മാറി എന്നൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ താങ്കൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്? മറുപടി പറഞ്ഞോട്ടെ.
ചോദിച്ചോട്ടെ, ഇതേ സ്റ്റാൻഡ് തന്നെയാണ് ശ്രീ ശങ്കർദാസിന്റെ കാര്യത്തിലും എടുത്തത്. 83 വയസ്സുള്ള സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ആ പാവ മനുഷ്യനെ വേട്ടയാടരുതെന്ന് പറഞ്ഞതിന് ഒരുപാട് സൈബർ ആക്രമണം നേരിട്ട വ്യക്തിയാണ്. 2 കോടതി പരാമർശങ്ങളിൽ ഏതെങ്കിലും ഉള്ള ആൾക്കാർ മാത്രമേ, ഇപ്പൊ ശ്രീ കടകംപള്ളിക്കെതിരെ ഇതുവരെ കോടതി പരാമർശങ്ങളില്ല. ഇവരെ ആരും രാഷ്ട്രീയത്തിന്റെ പേരിൽ വേട്ടയാടരുത്. ഞാൻ CPM-നോട് യോജിക്കുന്ന ഒരു വ്യക്തിയല്ല. സാർ, ഒരു നിലപാട് വെച്ചോട്ടെ. 2, SIT-യുടെ സോളിഡ് ഗ്രൗണ്ട്സ് അല്ല, SIT-യുടെ വളരെ ഫ്ലിംസി ആൻഡ് ഫ്രിവലസ് ആയിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടാണ്. തന്ത്രിക്കെതിരെ ഗൗരവമുള്ള സ്ട്രോങ് ആയ സോളിഡ് ആയ യാതൊരു കാര്യങ്ങളും അല്ല അതിൽ. രാഹുൽ, എനിക്ക് അതിശയം തോന്നുന്നു. ആ ഗൂഢാലോചനയിൽ തന്ത്രിയെ പോലെ ഒരു വ്യക്തി പങ്കാളിയാണ് എന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് അത് വളരെ ഫ്ലിംസി ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞപ്പോ എന്റെ ചോദ്യം ഒന്ന് കേൾക്കാമോ? ദേവന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറയുന്നതിന് എന്ത് ഗ്രൗണ്ടാണ് ഉള്ളത്? അയ്യപ്പന്റെ അനുമതി കിട്ടിയോ ഇല്ലയോ എന്ന് SIT-കാർക്ക് എങ്ങനെ അറിയാം? ആചാര കാര്യങ്ങളിൽ ലംഘിച്ചെങ്കിൽ ഞാൻ രാഹുലിനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. തന്ത്രി അറിയാതെ അവിടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോ ഈ സാധനങ്ങളൊക്കെ സ്വർണ്ണമൊക്കെ അഴിച്ചുകൊണ്ട് പോയി കട്ടുമുടിക്കാൻ അയ്യൻ അനുമതി നൽകിയെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? പറയട്ടെ, തന്ത്രിക്ക് അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വവും ഇല്ല. തന്ത്രി അഡ്മിനിസ്ട്രേറ്റീവായ കാര്യങ്ങളിൽ ഇടപെടുന്ന ആളല്ല. ഭരണപരമായ കാര്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. തന്ത്രി ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഫോക്കസ്. തന്ത്രിയെ കുടുക്കി രാഷ്ട്രീയപരമായി കൊനയടിക്കാൻ നോക്കുകയാണ്. ആ ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടോ? രാഹുൽ തന്നെ പറഞ്ഞുവല്ലോ അഡ്മിനിസ്ട്രേറ്റീവ് പവർ അദ്ദേഹത്തിന് ഇല്ല എന്ന്. ഇവിടെ അനുചിതമായ ചിലത് നടക്കുന്നു എന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാനുള്ള അദ്ദേഹത്തിന്റെ ബാധ്യത ഉണ്ടല്ലോ, അത് അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടോ? രാഹുൽ, ആ ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടോ? വെളിയിൽ വന്ന സ്വർണ്ണക്കൊള്ള 2019 തന്ത്രി എങ്ങനെ അറിയും? 2025 ഹൈക്കോടതി പുറത്തു കൊണ്ടുവന്ന സ്വർണ്ണ രാഹുൽ റിമാൻഡ് റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാകും എന്നത് എനിക്ക് വ്യക്തമാണ്. രാഹുൽ ഇക്കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. 5-6 പേജിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഈ സാധനം പുറത്തേക്ക് കൊണ്ടുപോയതെന്ന്. ഇത് പുറത്തേക്ക് കൊണ്ടുപോയത് തന്ത്രി അറിയാതെയല്ല. അതിനുശേഷം തന്ത്രി അവിടെ പൂജ നടത്തുന്നുണ്ട്. തൊട്ടടുത്ത ദിവസമാണ്. അദ്ദേഹത്തിന് അറിയാം ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി ഇല്ല എന്നുള്ളത്. പക്ഷേ തിരിച്ചു കൊണ്ടുവരുമ്പോഴും അദ്ദേഹം അവിടെയുണ്ട്. പ്രശ്നം പുറത്തേക്ക് ദ്വാരപാല ശില്പങ്ങൾ പോയത് ക്രൈമാണോ? അല്ല, അതിൽ സ്വർണ്ണം കൊണ്ടുപോകാൻ അനുമതിയുണ്ടോ? രാഹുൽ, കൊണ്ടുപോകാൻ അനുമതിയുണ്ടോ? ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലേ ഉള്ളത്? ദേവസ്വം ബോർഡിന്റെ ഉത്തരവല്ലേ അത്? തന്ത്രി കൊണ്ടുപോകാൻ അനുമതിയുണ്ടോ? അവിടെ എങ്ങനെയാണ് അവിടെ സ്വർണം പൂശൽ നടന്നത്? എങ്ങനെയാണ്? ശബരിമലയിൽ വെച്ച് തന്നെയാണ്. 98-ൽ എങ്ങനെയാണ് സ്വർണം പൂശിയത്? പുറത്തു കൊണ്ടുപോയാണോ സ്വർണം പൂശിയത്? ഒരു നിലപാട് പറഞ്ഞ് 2025 നടന്ന സ്വർണ്ണക്കൊള്ള 2019 മുൻകൂട്ടി കാണാൻ തന്ത്രിക്ക് ദിവ്യ ദൃഷ്ടിയില്ല. 2, തന്ത്രി അല്ല അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്, ദേവസ്വം ബോർഡാണ്. ആചാര കാര്യങ്ങളിൽ മാത്രമാണ് തന്ത്രിക്ക് റൈറ്റ് ഉള്ളത്. 2, ദേവന്റെ അനുമതി ഇല്ല എന്ന് എങ്ങനെയാണ് SIT അറിഞ്ഞത്? എനിക്കറിയില്ല. തന്ത്രിക്കെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ട് ദുർബലമാണ്, ഫ്രിവലസ് ആണ്, സീരിയസ് ആയിട്ടൊരു റിമാൻഡ് റിപ്പോർട്ട് അല്ല. ഹൈക്കോടതിയുടെ നിലപാട് വരാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഹൈക്കോടതി തന്ത്രിയെ തെള്ളി പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും തന്ത്രിയെ തെള്ളി പറയുമെന്ന് ഉറപ്പ് തരുന്നു. ഹൈക്കോടതി വരുന്നത് വരെ രാഹുൽ ഈശ്വർ കാത്തിരുന്നോളൂ. നോക്കൂ, തന്ത്രി അറിയാതെ അവിടെ ഒരു രാഹുലുണ്ടോ? ഓക്കെ, അദ്ദേഹം മറ്റൊരു ചർച്ചയിൽ കൂടി പങ്കെടുക്കേണ്ടുന്ന വ്യക്തിയാണ്. അദ്ദേഹം കുറച്ച് സമയമേ ഉണ്ടാവുള്ളൂ എന്ന കാര്യം പറഞ്ഞിരുന്നതാണ്. ശരി, ശ്രീ ശ്യാം രാജ്, നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാൻ BJP ശ്രമിക്കുന്നു എന്നതാണ് ഇന്ന് നേതാക്കളുടെ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ മനസ്സിലായത്. വിശ്വാസ സംരക്ഷണം ആചരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. അത് ഈ മകരവിളക്ക് ദിവസം മുതൽ ആരംഭിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. തന്ത്രി അറസ്റ്റിലായതോടുകൂടി തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്താൻ ഉള്ള വളരെ വേഗത്തിലുള്ള നീക്കം എങ്ങനെ BJP-യിൽ ഉണ്ടാകുന്നു? എന്താണ് ഇതൊരു പുതിയ സുവർണ അവസരം എന്ന ബോധ്യത്തിൽ നിന്നാണോ ആ നീക്കങ്ങൾ? ഞങ്ങൾ ഈ കേരളത്തിൽ നിന്ന് ജീവിക്കുന്ന ആൾക്കാരല്ലേ? ഇവിടെ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള കഴിവില്ലേ? ഒന്ന്, ഞങ്ങള് മകരവിളക്കിന് വീടുകളിൽ ദീപം തെളിക്കും എന്നുള്ളത് ഇപ്പൊ ഇന്നലെ വൈകിട്ട് തീരുമാനിച്ചിട്ട് ഇന്ന് രാവിലെ അനൗൺസ് ചെയ്യുന്നതാണ് വിചാരിച്ചിരിക്കുന്നത്. അങ്ങനൊന്നും അല്ല. ഞങ്ങളെ പോലെ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പല പല കാര്യങ്ങൾ ആലോചിക്കും, പല പല കാര്യങ്ങൾ തീരുമാനിക്കും, അതിൽ ചില കാര്യങ്ങൾ പറയും, ചില കാര്യങ്ങൾ നടപ്പാക്കും. അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് അങ്ങോട്ട് കയറി നടന്നു എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾ അതിനെ വായിക്കേണ്ടതായിട്ടില്ല.
ഇവിടെ നോക്കൂ, ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയുള്ളൂ. ശ്രീ എ സമ്പത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് മറ്റൊരു BJP നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ വായിച്ചു. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള MP ഒക്കെ ആയിരുന്നിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡറാണ്. ഒരു പാർട്ടിയുടെ അഭിപ്രായം പറയുന്നവരാണ്. ഒരു പാർട്ടിയുടെ അഭിപ്രായം പറയുന്ന ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട തന്നെ ആയിക്കോട്ടെ, ഒരു നേതാവാണ്, അത് ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോ സെക്രട്ടറി ആണോ? പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞ് സംസ്ഥാന അധ്യക്ഷനാണ്. BJPയുടെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുള്ളത് സംസ്ഥാന അധ്യക്ഷനാണ്. നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തതുമാണ്. അത് എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. കാരണം ചർച്ച എന്നോടുള്ള ചോദ്യവും ആ അഭിപ്രായത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ്. 2, കുടുംബ മഹിമ വെച്ചിട്ടൊന്നും ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല, അങ്ങനത്തെ ഒരു പ്രിവിലേജ് കൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. കുടുംബ മഹിമയോ പാർട്ടി മഹിമയോ ഒന്നും വെച്ചിട്ട് ഒരാൾക്കും ഒരു പ്രിവിലേജ് കൊടുക്കാൻ വേണ്ടി പാടില്ല. ഞങ്ങളുടെ അഭിപ്രായം അതാണ്. ഞങ്ങൾ പറയുന്നത് തന്ത്രി കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു കൊള്ളട്ടെ. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അവർക്ക് പാർട്ടിയുടെ മഹിമയുള്ളത് കൊണ്ടോ മന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തിന്റെ മഹിമയുള്ളത് കൊണ്ടോ അവർക്ക് അതിന്റെ സ്വാധീനത്തിൽ നിന്ന് അവർ പുറത്തു പോകാൻ വേണ്ടിയിട്ട് പാടില്ല. ഇവിടെ രേണുക ചോദിച്ച ചോദ്യത്തിന്റെ അതിനൊരു അഭിപ്രായം ഞാൻ പറയട്ടെ. അനുചിതമായത്, അതായത് ശബരിമലയിൽ അനുചിതമായത് നടക്കുന്നുവെന്ന് അറിയിക്കാനുള്ള, അനുചിതമായത് നടക്കുന്നുവെന്ന് വേണ്ടപ്പെട്ടവരെ അറിയിക്കുവാൻ വേണ്ടിയിട്ടുള്ള ധാർമ്മികത തന്ത്രി കാണിച്ചില്ല എന്നുള്ളതാണല്ലോ നിങ്ങൾ ഈ പറയുന്ന വലിയ തെറ്റ്. ആയിക്കോട്ടെ, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, തന്നെ ശബരിമലയിൽ അതല്ല, ഞാൻ അത് തെറ്റ് എന്നല്ല പറഞ്ഞത്. രാഹുൽ പറഞ്ഞ ഒരു വാദത്തിന് മറുപടി ആയിട്ടാണ് ഞാൻ അക്കാര്യം ചോദിച്ചത്. അതിനും അപ്പുറം അദ്ദേഹത്തിന് ഗൂഢാലോചനയിൽ പങ്കുണ്ട്. അദ്ദേഹവും പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട്. പോറ്റിയെ അവിടെ കൊണ്ടുവന്നത് മുതൽ പോറ്റിക്ക് ഈ സർവ്വ സ്വാതന്ത്ര്യം അവിടെ അനുവദിക്കുന്നതിൽ ഈ തന്ത്രിക്ക് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട്. അങ്ങനെ നിരവധിയായ ഗുരുതരമായ ആരോപണങ്ങൾ വേറെയുണ്ട്. ഞാൻ അതിലല്ല ആ ഒരു വാദം ചോദിച്ചത്. ഇതൊന്നും പങ്കില്ല എന്ന് രാഹുൽ വാദിച്ചപ്പോൾ എന്നാൽ പിന്നെ ഇത് അറിയിക്കെങ്കിലും വേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. അല്ല, അത് മാത്രമല്ല, ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ആചാര ലംഘനം തന്ത്രി നടത്തിയതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. റിമാൻഡ് റിപ്പോർട്ടിലും പറഞ്ഞിട്ടുള്ളത് ആചാര ലംഘനം. ഇവിടുത്തെ ഏറ്റവും വലിയ ആചാര ലംഘനം നടത്തിയതാരാന്നേ. ഇവിടെ ഈ വിഷയം തന്നെ ഉണ്ടാകുന്നത് എങ്ങനെയാ? ശബരിമലയിലുള്ള അവിടുത്തെ ആ സ്വർണ്ണപ്പാളികള് സ്വർണ്ണമല്ല ചെമ്പാണെന്ന് എഴുതി വെച്ചത് ആരാണ്? ഇനി യുവതികളെ കൊണ്ടുവന്നിട്ട് ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയിട്ട് അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ ആരാണ്? മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ? അങ്ങനെ ഒരെങ്കിലും കേരളത്തിലെ സുപ്രീം കോടതി തെറ്റ് ചെയ്തെന്ന് പറയണ്ടേ അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ? എന്നാ പിന്നെ ശ്യാംരാജ്, അവിടെ യുവതികളെ പ്രവേശിപ്പിക്കാൻ ഉത്തരവിട്ട സുപ്രീം കോടതിയാണ് ഏറ്റവും വലിയ ആചാര ലംഘനം നടത്തിയിരിക്കുന്നതെന്നും കൂടി അങ്ങ് പറ. എന്റെ വായിൽ കയറിയിട്ട് രേണുക പറയണ്ട, ഞാൻ എന്റെ അഭിപ്രായം അങ്ങോട്ട് പറഞ്ഞോളട്ടെ. അല്ല, കോടതി പറഞ്ഞ അനുസരിച്ചാണല്ലോ സംസ്ഥാന സർക്കാർ ആ വിഷയത്തിൽ ആദ്യം നിലപാട് സ്വീകരിച്ചത്. ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി ആരാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ശ്രീ എ സംബന്ധിനെ പോലെ സീനിയർ ആൾക്കാരോട് ഇരിപ്പുണ്ട്. അദ്ദേഹം പറയട്ടെ, അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ഞാൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, അദ്ദേഹം ഉള്ളത് എന്റെ അഭിപ്രായം പറയാതിരിക്കാൻ ഞാൻ ജൂനിയർ ആണെന്നുള്ളതോ അദ്ദേഹം ഇവിടെ ഇരിക്കുന്നു എന്നതോ എന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന വിഷയമല്ല. ശ്യാംരാജ്, താങ്കൾ മനസ്സിലാക്കൂ, നിങ്ങളുടെ ചിന്താഗതി എന്താണ് എന്ന് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്നിട്ട് നിങ്ങൾ ആരും വന്നിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാൻ വേണ്ടില്ല, ഒന്നെനിക്ക് നിങ്ങൾ ഈ പറയുന്ന ചോദ്യങ്ങൾ പകുതി കേൾക്കുന്ന പോലുമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് കാണേണ്ടതും കേൾക്കേണ്ടതുമായിട്ടുള്ള കാര്യമുണ്ട്. അവിടെ ചില അവധാനത്തോടെ ഇരിക്കും. ഞാൻ പറയുന്നത് കേൾക്ക്. ഇങ്ങനെ കിടന്നിട്ട് അങ്ങോട്ട് ഒരു എന്താ പറയുന്നത്, ഞങ്ങളോടുണ്ടെങ്കിലും രേണുക രാഷ്ട്രീയപരമായിട്ടുള്ള എതിൽ ഞങ്ങളോടുണ്ടെങ്കിൽ അതൊരു പ്രദർശിപ്പിക്കാതെ ഇരിക്കുകയെങ്കിലും ചെയ്യും. നിങ്ങൾ ന്യൂട്രലായിട്ടൊക്കെ ഒന്ന് അഭിനയിക്കുകയെങ്കിലും ചെയ്യും. പറയട്ടെ, നമ്മൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്ന ചർച്ചയിലാണെങ്കിൽ നമുക്ക് എത്ര വേണം ബഹളം വയ്ക്കാം. ഇവിടെ ഇപ്പൊ ബഹളം വയ്ക്കാവുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നതും തന്ത്രി ആചാര ലംഘനം നടത്തിയിട്ടുള്ളതാണ്. ഏറ്റവും വലിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. ഇനി അത് തന്നെയല്ല പ്രശ്നം എന്താണ്? അനുചിതമായത് നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള പല ഈ പറഞ്ഞിട്ടുള്ള ഈ സ്വർണ്ണക്കള്ള ഇദ്ദേഹത്തിന് അറിയാമായിരുന്നോ എന്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിച്ചിട്ടില്ല എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ള നടത്തിയത് തന്നെ ആരാണെന്നേ? ഈ സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുകൾ തന്നെ ഇവരല്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ട ആളുകൾ എന്ന് പറയുന്നത് ദേവസ്വം ബോർഡല്ലേ? ആ ദേവസ്വം ബോർഡിന്റെ അംഗം പുറത്തല്ല അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതായത് രണ്ട് രീതിയിൽ, ഏതൊരു ക്ഷേത്രത്തിലും രണ്ട് രീതിയിലാണ് ഭരണം നടക്കുന്നത്. ഒന്ന് അവിടുത്തെ ആചാരപരമായിട്ടുള്ളതും, രണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ളതും. അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ആ ക്ഷേത്രത്തിലെ ശബരിമല ക്ഷേത്രത്തിലെ സ്വത്തുവകകൾ നഷ്ടപ്പെട്ടതല്ല, മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ ആ മോഷ്ടിച്ചുകൊണ്ട് പോയ ആളുകൾ തന്നെ ദേവസ്വത്തിന്റെ ആളുകളാകുമ്പോൾ ആ ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുമ്പോൾ ഇത്ര ദുരിതം കാട്ടുന്നതിനാണ് ഈ പറഞ്ഞ ഇതേ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം നിങ്ങൾ ഈ പറഞ്ഞ ചിത്രങ്ങളെ ഉണ്ടോ എന്ന് പറഞ്ഞല്ലോ.
തന്ത്രിയുടെ ഒപ്പം ഈ പറഞ്ഞ പൊന്നുകൃഷ്ണൻ പോറ്റിയുടെ ചിത്രങ്ങൾ കണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതേ ചിത്രങ്ങൾ കടകംപള്ളിയുടെ ഒപ്പം കണ്ടില്ല. നിങ്ങൾ ഈ പറയുന്ന എല്ലാ ആരോപണങ്ങൾക്കും ഒരു പടി മുന്നിൽ നിൽക്കുന്ന ശ്രീ കടകംപള്ളിയല്ലേ? അദ്ദേഹത്തിനെ ഈ പൊന്നുകൃഷ്ണൻ പോറ്റിനൊപ്പം കണ്ടില്ലേ? വ്യക്തമായി ശ്യാംരാജ്, ഞാൻ ആ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി. ഓക്കെ, താങ്കൾ പറഞ്ഞ കാര്യം വ്യക്തമായി, താങ്കളുടെ സാങ്കേതിക പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. എനിക്ക് രാഷ്ട്രീയ വിരോധം കൊണ്ടുള്ള ഇടപെടലല്ല. ഒരു ചർച്ചയിൽ നമ്മൾ ഇടപെടേണ്ടതായി തോന്നുന്ന ഘട്ടങ്ങളിൽ ഇടപെടുന്നു എന്നതേ ഉള്ളൂ. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയം നോക്കിയോ അല്ല ആ തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. മാത്രവുമല്ല, എനിക്കറിയാം എ സമ്പത്ത് എത്ര സീനിയർ ആയിട്ടുള്ള നേതാവാണെന്ന് എനിക്കറിയാം. പക്ഷേ സീനിയർ ആയിട്ടുള്ള അദ്ദേഹം ഇവിടെ ഉള്ളത് കൊണ്ടോ സ്ത്രീ ആയിട്ടുള്ള ഒരു ഞാൻ ചർച്ച നടത്തുന്നത് കൊണ്ടോ എനിക്ക് ഇടപെട്ടുകൂടാ, പറഞ്ഞുകൂടാ എന്നൊന്നും പറയരുത്. അത് പൊതുസമൂഹം കാണുന്നതാണ്. അവർ നിങ്ങളെ പറ്റി കാര്യങ്ങളിൽ വിലയിരുത്തൽ നടത്തും എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ എ സമ്പത്ത് നോക്കൂ, ഇവിടെ ഏറ്റവും തന്ത്രിയേക്കാൾ ഉത്തരവാദിത്തം ഉള്ളത് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് പവർ, ഏറ്റവും ഉന്നതയിൽ ഉള്ള അഡ്മിനിസ്ട്രേറ്റീവ് പവർ എന്ന് പറയുന്നത് ദേവസ്വം മന്ത്രിയാണ്. അപ്പോൾ എന്തുകൊണ്ട് അന്വേഷണം ദേവസ്വം മന്ത്രിയിലേക്ക് എത്തുന്നില്ല? തന്ത്രിയെ കാട്ടി മന്ത്രിയെ നിങ്ങൾ രക്ഷിച്ചെടുക്കുമോ? നിങ്ങൾ പോറ്റിയെ കയറ്റിയത് ആരാന്നൊക്കെ ബോധ്യമായി എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ ആളുകൾ ഇപ്പോഴും ഉള്ളിലാണെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വേണം എന്നതാണ് ആളുകൾ ചൂണ്ടിക്കാട്ടുന്നത്. രേണുക, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ശ്യാംരാജ് BJPയുടെ പ്രതിനിധിയാണെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞ സ്വാഭാവികമാണ്, അദ്ദേഹം ഈ കാര്യത്തിൽ കുറച്ച് ക്രോധം പ്രകടിപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. അത് നമ്മൾ സ്വാഭാവികമായി ചിലപ്പോൾ ഇത്തരം ഒരു ചർച്ചയിൽ താങ്കൾ ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉണ്ടായിപ്പോയാൽ ആ കാര്യത്തെ മാറ്റിവെക്കുക. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ഇത് ആചാരലംഘനത്തിൻ്റെ വിഷയം അല്ല. അത് ഒരു കാര്യം മാത്രമാണ്. ആചാരങ്ങൾ മാറ്റപ്പെടാം, തിരുത്തപ്പെടാം. അതിങ്ങനെ അനാചാരങ്ങളായാൽ അനാചാരങ്ങൾ നമ്മളത് തന്നെ എപ്പോഴും അങ്ങനെ തന്നെ നമ്മൾ ഈ സഹിച്ച് പുറത്ത് അങ്ങനെ തന്നെ പോവുകയൊന്നുമില്ല. കാലാകാലങ്ങളിൽ അത്തരത്തിൽ നിരവധി ആചാരങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ. ഓർമ്മയില്ലേ പണ്ട് മൃഗബലി, പക്ഷിബലി, പലയിടത്തും മദ്യം കൊണ്ടുള്ള ഈ അതിൻ്റെ ധാര, ഓർമ്മയില്ലേ അത്തരം കാര്യങ്ങളിൽ? ഈ ഷർട്ട് ധരിച്ചുകൊണ്ട് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളതടക്കം പലയിടങ്ങളിൽ ഇപ്പോൾ മാറ്റപ്പെട്ടു തുടങ്ങി വന്നിട്ടുള്ളത് ഒക്കെ കാര്യങ്ങൾ. ഇവിടെ ഞാനിതൊന്ന് വായിച്ചോട്ടെ. ഇത് ക്രിമിനൽ നടപടിച്ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൻ്റേതാണ്. റിമാൻഡ് റിപ്പോർട്ടിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ക്രൈം നമ്പറെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. 3701/CB/CU ഒക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് വകുപ്പുകൾ? ശ്യാംരാജും BJP നേതാക്കളും അതുകൂടി ഒന്ന് നോക്കിയേ. അണ്ടർ സെക്ഷൻസ് 403, 406, 409, 466, 467, 120B read with 34 IPC and section 13(1)A read with 13(2) of Prevention of Corruption Act 1988, Amendment Act 2018. ഇവിടെ എന്നു മുതലാണ് ഇതിൻ്റെ സംഭവം ഉണ്ടായതിനെപ്പറ്റി? 19/3/2019 തീയതി മുതൽ 9/10/2025 തീയതി വരെയുള്ള കാലയളവിൽ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല സന്നിധാനം, എന്താണ് സംഭവസ്ഥലം, പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന് പറയുന്നത്, ശബരിമല സന്നിധാനത്തിൽ ഏറ്റവും കൂടുതൽ സമയം അവിടെ ഉണ്ടാവുക ആരാണ്? നോട്ടം കൊണ്ട്, സ്പർശം കൊണ്ട് ഒക്കെ തന്നെ, ഒരുപക്ഷെ ശബ്ദം കൊണ്ട് തന്നെ കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്ന ആളുകൾ ആരാണ്? ഇത്തരം കാര്യങ്ങളിൽ സാക്ഷിയായി ഒപ്പിട്ട് കൊടുക്കുന്ന ഒരു കാര്യത്തിൽ തനിക്ക് അത്തരത്തിൽ വിമുഖതയുണ്ട് എങ്കിൽ, അത് ആചാരലംഘനമാണ് എന്നുണ്ടെങ്കിൽ, അത് അനീതിയാണ് എന്നെങ്കിൽ, ഇത് താനിതിന് കൂട്ടുനിൽക്കുന്നത് ശരിയല്ല എന്നൊരു തോന്നലുണ്ട് എങ്കിൽ, ആ സംഭവത്തിൽ അവിടെ വെച്ച് അത്തരത്തിൽ ഒപ്പിട്ട് കൊടുത്ത അതേ വ്യക്തിക്കു തന്നെ ഉത്തരവാദപ്പെട്ട ദേവസ്വം ബോർഡിനെ ഇങ്ങനെയൊരു കാര്യത്തിൽ ഞാൻ നിർബന്ധിതനായി എന്ന് രേഖാമൂലം അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടോ ഇല്ലയോ? ഒന്ന് ആലോചിച്ചേ. എങ്ങനെയാണ് മുമ്പ് ഒരു മുഖ്യ തന്ത്രിയെ മാറ്റേണ്ടി വന്നത്? ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇവിടെ നിന്ന് ഒരു വെളിപ്പാടകലെ ദേവസ്വം ബോർഡിലെ മുൻ പ്രസിഡൻ്റുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ CK ഗുപ്തൻ എന്നാണ്. അഭിഭാഷകൻ കൂടിയായിരുന്നു അദ്ദേഹം. ആരാണെന്നറിയുമല്ലോ? VMS നമ്പൂതിരിപ്പാടിൻ്റെ മകളുടെ ഭർത്താവാണ്. ശ്രീമതി EM രാധയുടെ ഭർത്താവാണ്. എന്തിനാണ് പഴയ ഒരു തന്ത്രി ഭാര്യയും കുടുംബാംഗങ്ങളും അമ്മയും ഉൾപ്പെടെ ആ വീട്ടിലേക്ക് ചെന്ന് സാഷ്ടാംഗം കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് 1 കോടി രൂപ കൈപ്പറ്റിക്കൊണ്ട് എനിക്കെതിരെ നടപടികൾ ഉണ്ടാവരുത്, പ്രൊസീഡിങ്സ് ഉണ്ടാവരുത് എന്നുള്ളത് പരസ്യമായി ശ്രീ CK ഗുപ്തൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ?
ഇവിടെ എന്താ കാര്യങ്ങൾ? ഇങ്ങനെ ഇതെല്ലാം പരിശുദ്ധരായി അത്തരത്തിൽ എല്ലാവരെയും നമ്മൾ വെള്ള പൂശുന്നത് ശരിയല്ല. ഇവിടെ ഏതെങ്കിലും മന്ത്രിയെ സംബന്ധിച്ചുള്ളതാണെങ്കിൽ അത് പറയുന്നത് ഒരു മിനിറ്റ് രാഹുൽ ഈശ്വറിനോട് ചോദിക്കാൻ അത്തരത്തിൽ ചില ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. കന്നഡ നടി ജയമാല ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അവിടെ നടന്ന ആചാര ലംഘനം അതിന് നേതൃത്വം നൽകിയത് ആരാണ് എന്ന് രാഹുലിനോട് ചോദിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് പോയതുകൊണ്ടാണ്. അല്ല രേണുക, എ പേഴ്സൺ ഹൂ ഈസ് സപ്പോസ് ടു ഈ പറയുന്ന ഇത്തരം കാര്യങ്ങളിൽ ചെന്ന് വീഴാൻ പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത അത്തരത്തിലുള്ള ഈ അധർമ്മം എന്ന് നമ്മൾ അങ്ങനെ പറയുന്നതല്ലേ നല്ലത്. നമ്മൾ കുടുംബാംഗങ്ങളടക്കം വീക്ഷിക്കുന്ന ഒരു ചർച്ചയിലാവുമ്പോൾ ഒരു ഹണി ട്രാപ്പിലേക്കെല്ലാം അത്തരത്തിൽ ചെന്ന് വീണതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള നമുക്കുള്ള നാണക്കേടുണ്ടല്ലോ, മറന്നു പോകരുത്. നമ്മൾ പല കാര്യങ്ങളും ഇത്തരത്തിൽ മറച്ചു വയ്ക്കാനും ഒളിച്ചു വയ്ക്കാനും ചില ആളുകളെ ഇത്തരം കാര്യങ്ങൾ. ഞാൻ ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ്. ഈ പറയുന്ന വകുപ്പ് തന്നെ കൈകാര്യം ചെയ്തിരുന്ന ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതും അവിടെ നടക്കുന്ന കാര്യങ്ങളും ഈ മുഴുവൻ കാര്യങ്ങളും ഒരു മന്ത്രിയുടെ ഓഫീസ് അറിയേണ്ടതല്ലേ എന്നൊക്കെ നമുക്കിങ്ങനെ വിളിച്ച് ചോദിക്കാനും പറ്റുമോ? അത്തരം കാര്യങ്ങൾ അവരല്ല ചെയ്യുന്നത്. അതിൻ്റെ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ അവരല്ല ചെയ്യുന്നത്. ഇനി ദേവസ്വം മാനുവലിൻ്റെ ഒരു കാര്യം കൂടിയുണ്ട്. തന്ത്രിമാരുടെ ഉത്തരവാദിത്വങ്ങളെ സംബന്ധിച്ച് കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ സമയത്തുകൊണ്ട് അത് വായിക്കാത്തത്. ഈ ആചാരങ്ങളും ദേവഹിതവും മാത്രമൊന്നും അല്ല തന്ത്രിമാരുടെ ഉത്തരവാദിത്വം. അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ അറസ്റ്റിലേക്ക് പോയ കാര്യങ്ങളിൽ പത്മകുമാറിന്റെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. പോറ്റി നൽകിയിട്ടുള്ള മൊഴിയും പ്രധാനപ്പെട്ടതാണ്. ഈ കാര്യങ്ങൾ തന്ത്രി അറിഞ്ഞു എന്നതിലെ നിഗമനത്തിലേക്ക് SIT എത്തുന്നതിൽ അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഇതേ പോറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട് ദേവസ്വം മന്ത്രിക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പോറ്റിയുടെ മൊഴികളുണ്ട്. പോറ്റി അവിടെ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് ദേവസ്വം മന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന മറ്റു മൊഴികളുണ്ട്. ദേവസ്വം മന്ത്രി ഇത്തരം കാര്യങ്ങളിൽ എന്താണ് ഈ പറയുന്ന പോറ്റി പറഞ്ഞാലും ഇല്ലെങ്കിൽ. ഇനി വേറൊരു കാര്യം ഞാൻ പറയാം. എന്നെ വേണമെങ്കിലും SITക്ക് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിളിച്ചു വരുത്തുകയോ അല്ല എൻ്റെ ഭവനത്തിലോ എൻ്റെ വക്കീൽ ഓഫീസിലോ വന്ന് എന്നോട് വിവരങ്ങൾ ആരായുകയോ ചെയ്യാം. അത് ചോദ്യം ചെയ്യലാവില്ല അത്തരം കാര്യങ്ങൾ. ഇവിടെ വാസ്തവത്തിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ ദീർഘമായ റിമാൻഡ് റിപ്പോർട്ടാണ്. ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് ഈ പുതിയ നിയമം അനുസരിച്ചാണെങ്കിൽ 60 ദിവസത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും, ജാമ്യം കിട്ടിയിട്ടില്ല എങ്കിൽ എപ്പോൾ വേണമെങ്കിലും എത്ര തവണ വേണമെങ്കിലും അദ്ദേഹത്തിന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ നിന്ന് പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചൂണ്ടിക്കാട്ടിയ കാര്യം ശോഭാ ജോൺ ഉൾപ്പെട്ട കേസിൽ പെട്ട കണ്ഠര് മോഹനരുടെ അന്നത്തെ അവസ്ഥ അദ്ദേഹം സൂചിപ്പിക്കുകയായിരുന്നു. നടി ജയമാല എങ്ങനെയാണ് ഈ വിഗ്രഹത്തെ തൊട്ട് താൻ അവിടെ പ്രാർത്ഥന നടത്തിയത് എന്നത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് ആചാര ലംഘനം എന്തൊക്കെ അവിടെ നടക്കുന്നു, അതിനൊക്കെ ആരാണ് കുടപിടിക്കുന്നത് എന്നത് കേരള സമൂഹം മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. അപ്പോൾ ഈ കുടുംബത്തിന് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്നിരിക്കെ തന്നെ അവിടെ ഇപ്പോൾ SITയെ സംശയ നിഴലിൽ നിർത്തി എന്തെങ്കിലും രാഷ്ട്രീയ ലാഭം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന നിലയിലാണോ നിങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഒരിക്കലല്ല. ഞങ്ങളെ സംബന്ധിച്ച് തന്ത്രിയുമല്ല, ഇനി മന്ത്രിയല്ല, വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ഏതെങ്കിലും ഏലിയൻ ഇതിൽ പങ്കുണ്ടെങ്കിൽ അതുപോലെ അന്വേഷിക്കപ്പെടണം എന്നത് തന്നെയാണ് ഞങ്ങളുടെ പക്ഷം. പക്ഷേ നേരത്തെ ഡോക്ടർ സമ്പത്ത് അദ്ദേഹം പറഞ്ഞു ഹൈക്കോടതി പോലും അംഗീകരിച്ച SITയുടെ ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് പറയുന്നത്. ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീനിന്റെ ബെഞ്ച്, അതായത് ജാമ്യം പരിഗണിച്ച ബെഞ്ച്, അതായത് കേസ് ഡയറി പരിശോധിച്ച ബെഞ്ച്, അതായത് ഏത് ബെഞ്ചിനാണോ അന്വേഷണം ഏത് രീതിയിലാണ് പോകുന്നതെന്നും ഏതർത്ഥത്തിലാണ് ആരെയൊക്കെ അറസ്റ്റ് ചെയ്തത് എന്നതിൻ്റെ അകത്ത് വ്യക്തതയുള്ള ബെഞ്ച്, ആ ബെഞ്ച് 87 പേജ് വരുന്ന ബെയിൽ ആപ്ലിക്കേഷൻ ജഡ്ജിമെന്റിൽ വെർഡിക്റ്റിൽ 9 തവണയാണ് ബിഗ് ഗൺസ് എന്ന് പറഞ്ഞത്. വലിയ മീനുകളിലേക്ക് നിങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞത്. അപ്പൊ SITയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ള പരിഭവം എന്താണെന്ന് അറിയാമോ? തന്ത്രി അറസ്റ്റ് ചെയ്തു എന്നുള്ളതല്ല ഞങ്ങളുടെ പരിഭവം. ഞങ്ങളുടെ പരിഭവം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അല്ല, ആയിക്കോട്ടെ. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ പരിഭവം എന്താണെന്ന് അറിയാമോ? ആഴങ്ങളിലേക്ക് പോയി വലയിടുന്നില്ലെന്നുള്ളതാണ്. വലിയ മീനുകൾ അവിടെ കിടക്കുകയാണ്. സ്രാവും തിമിംഗലമൊക്കെ അപ്പുറത്തുള്ളപ്പോ ഇവിടെ കിരിയാനും മത്തിയും നെത്തോലിയൊക്കെ പിടിച്ചുകൊണ്ട് ഇവര് ആൽമരതി അതിൽ കണ്ടെത്തുകയാണ്. അതിന്റെ ആവശ്യമില്ല. അപ്പൊ പൂർണ്ണാർത്ഥത്തിൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ അങ്ങ് മുഴുവിപ്പിക്കാൻ സമ്മതിച്ചില്ല. അതായത് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഇന്റർവ്യൂ എടുക്കാൻ പോയതല്ലല്ലോ കടകംപള്ളി എന്തിനാണ് ചോദ്യം ചെയ്തതെന്ന് രേണുകയ്ക്ക് അറിയാമോ? ഇല്ലല്ലോ.
വസന്ത് നോക്കൂ, ഈ തന്ത്രിയിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു ഇതിനു മുൻപ് SIT. അന്ന് അത് കഴിഞ്ഞിട്ട് വന്ന അദ്ദേഹം ദൈവതുല്യർ ആരാണെന്ന് എനിക്കറിയത്തില്ല, എത്രയോ പേരുണ്ട് എന്നൊക്കെ പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയില്ലേ? അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? 88ാം ദിവസമാണ് ഈ അറസ്റ്റ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കടകംപള്ളിയിൽ നിന്ന് മൊഴിയെടുത്തു, അതിനുശേഷം അറസ്റ്റ് ഉണ്ടാകില്ല എന്ന് SIT പറഞ്ഞോ? ഇല്ലല്ലോ. നീങ്ങില്ല എന്ന് നിങ്ങൾ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത്? അതാണ് ഞാൻ പറഞ്ഞത്. കടകംപള്ളിയെ അതായത് തന്ത്രിയോട് എന്തൊക്കെയാണ് ചോദിച്ചതെന്ന് ഏറെക്കുറെ അന്ന് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റിയിരുന്നു. തന്ത്രിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്തിനാണ് ചോദ്യം ചെയ്തത്, എന്നാണ് ചോദ്യം ചെയ്യുന്നത്, എവിടെ വെച്ചാണ് ചോദ്യം ചെയ്തത് ഒക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഞാൻ ചോദിക്കട്ടെ, കടകംപള്ളിയെ ചോദ്യം ചെയ്യാനാണോ വിളിപ്പിച്ചത്? കടകംപള്ളിയിൽ നിന്ന് സംശയങ്ങൾ ധ്രുവീകരിക്കുകയാണോ ചെയ്തത്? ന്യൂസ് 18 സീനിയർ ചീഫ് എഡിറ്റർ രേണുക MGക്ക് അതറിയാമോ? ഇല്ല. ഇനി കടകംപള്ളിയെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? നോട്ടീസ് കൊടുത്ത് ചോദ്യം ചെയ്തിട്ടുണ്ടോ? കടകംപള്ളിയോടുള്ള ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും SIT രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അങ്ങേക്കറിയാമോ? ഇല്ല. കടകംപള്ളിയെ ചോദ്യം ചെയ്ത് സംശയത്തിന് നിഴലിലാണോ, പ്രതിപട്ടികയിൽ ചേർക്കുക എന്ന ലക്ഷ്യത്തിലാണോ, സാക്ഷിപ്പട്ടികയിൽ ചേർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ? അങ്ങേക്കറിയാമോ? അറിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. SIT ചില കാര്യങ്ങൾ മറച്ചു വെക്കുന്നു, അതിന്റെ അത് വ്യക്തതയില്ല. കടകംപള്ളി എന്തിനാണ് ചോദ്യം ചെയ്തത്? SIT ചില പ്രത്യേക സംരക്ഷണം ചിലർക്ക് നൽകുന്നു എന്നൊരു സംശയമാണ്. അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ശ്യാംരാജ്, നോക്കൂ, ഇവിടെ ഇപ്പോ തന്ത്രി കുടുംബം നേരത്തെ ഉൾപ്പെട്ടിട്ടുള്ള ചില 2 സംഭവങ്ങൾ കേരളം ഒരുപാട് കാലം ചർച്ച ചെയ്തിട്ടുള്ള സംഭവമാണ്. ആ രീതിയിൽ വലിയ ഞെട്ടലുണ്ടാക്കിയ സംഭവമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ അത് നിങ്ങളെ പെടുത്തിക്കളയുമോ എന്നൊരു ഗ്രഹപാഠം കൂടി നടത്തണ്ടേ? ഇപ്പോൾ SITയുടെ പരിശോധന തന്ത്രിയുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വാഞ്ചിവാഹനം ഇവിടെ ഉണ്ട്, വന്നെടുത്തോണ്ട് പോകൂ എന്ന് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അവിടെ 6 അംഗ സംഘം അവിടെ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകളായി നീളുന്ന പരിശോധനയാണ്. എന്തൊക്കെ കിട്ടുമെന്ന് അറിയത്തില്ല, എന്തൊക്കെ തെളിവുകളുണ്ട് എന്നറിയത്തില്ല. കോടതി ഇതൊക്കെ പരിശോധിച്ച് പുറത്ത് വിവരം വരുമ്പോൾ മാത്രമായിരിക്കും നമുക്കൊരു പൂർണ്ണ വ്യക്തത കിട്ടുക. അപ്പോൾ ഇതൊന്നും അറിയുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് നിങ്ങളെ വെട്ടിലാക്കുമോ? രേണുക, ഈ ചോദ്യം തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം. അതായത് ഞങ്ങൾ BJP ഇപ്പോഴും പറയുന്നത് തെറ്റ് ചെയ്ത ഏതൊരാളാണെങ്കിലും ശിക്ഷിക്കപ്പെട്ടുകൊള്ളട്ടെ എന്ന് പറയുമ്പോഴും നിലവിലെ ഈ തന്ത്രിയെ തെറ്റുകാരനാണെന്ന് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് എവിടുന്ന് എന്തൊക്കെ രീതിയിലുള്ള തെളിവുകൾ കൊണ്ടുവരാമോ, അടിസ്ഥാനരഹിതം അല്ലെങ്കിൽ ഈ തന്ത്രിയെ ബാധിക്കാത്ത തെളിവുകൾ കൊണ്ടുവരാമോ, അതൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങളിങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വളരെ അങ്ങോട്ട് കഷ്ടപ്പെടുകയാണ്. ഇതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നമ്മളൊക്കെ കേരളത്തിലൊക്കെ ഇരുന്ന് പത്രങ്ങൾ വായിക്കുന്നയാൾ, ടിവികൾ കാണുന്നയാൾ, മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നയാളൊക്കെ അല്ലേ? അത് ഈ വ്യക്തി, ഈ തന്ത്രി തന്നെയാണോ? നിങ്ങളിപ്പോ ശ്രീ A സമ്പത്ത് പറഞ്ഞിട്ടുള്ള വിഷയങ്ങളും നിങ്ങളിപ്പോ എന്നോട് ചോദിച്ചിട്ടുള്ള വിഷയങ്ങളും ഈ ഒരു വ്യക്തിയാണോ? ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു, മറ്റു കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഇദ്ദേഹം ഈ സ്വർണ്ണക്കൊള്ളയിൽ കൂടി കൂട്ടുനിൽക്കുമെന്ന് നിങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എത്ര ഒരു അടിസ്ഥാനരഹിതമായിട്ടൊരു ആരോപണമാണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതാണോ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ? ഇതാണോ ദേവസ്വം ബോർഡിന്റെ നിയമങ്ങൾ എന്ന് പറയുന്നത്? ഇതാണോ ഒരു നിയമപരമായിട്ട് നമ്മളൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ചർച്ചയ്ക്ക് മുന്നിലോട്ട് വെക്കേണ്ടത്? നമ്മൾ ഒരു വ്യക്തി തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ഏതോ മുമ്പങ്ങോ ഉണ്ടായിരുന്ന ആളല്ല, അദ്ദേഹത്തിന്റെ ന്യായമുള്ളത്. അറസ്റ്റ് ചെയ്ത ആളെ കുറിച്ച് ഒന്നും പറയരുത്, പക്ഷേ അറസ്റ്റ് ചെയ്യാത്ത മന്ത്രിയെ കുറിച്ച് പറയണം എന്നതാണ് നിങ്ങൾ പറയുന്നത്. അറസ്റ്റ് ചെയ്യാത്ത മന്ത്രിയെ കുറിച്ച് പറഞ്ഞോളൂ, പക്ഷെ അറസ്റ്റ് ചെയ്ത തെളിവുണ്ടെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തവരെ കുറിച്ച് പറയരുത്. അതാണോ ന്യായം എന്ന് ഞാൻ പറഞ്ഞോ? ഈ തന്ത്രിക്കെതിരെ എന്ത് നിങ്ങൾ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ കുടുംബ കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ഇദ്ദേഹത്തിന്റെ പങ്കെന്താ? നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ പങ്കെന്താ? അത് ഈ ഒരു ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ടുള്ള ബന്ധം എന്താ? സ്വർണം കൊണ്ടുപോയത് അറിഞ്ഞിട്ടും അദ്ദേഹം ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തത്, സ്വർണം കൊണ്ടുപോയത് അറിയാമായിരുന്നു, തിരിച്ചു കൊണ്ടുവന്നത് അറിയാമായിരുന്നു, അതിലൊന്നും അദ്ദേഹം ഇടപെടൽ നടത്തിയില്ല, അനുജ്ഞ വാങ്ങിയില്ല. ഇതൊക്കെ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ വ്യക്തമല്ലേ? അതല്ലേ ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്ത്. ഞാൻ പറയുന്നത് അങ്ങനെയെങ്കിൽ സൂചിപ്പിക്കാണ്ട് പറഞ്ഞോട്ടെ അദ്ദേഹം. അങ്ങനെയെങ്കിൽ ഇതിനേക്കാൾ വലിയ തെറ്റ് ചെയ്തവർ എന്തിനാണ് പുറത്തു നിൽക്കുന്നത്? ശ്യാംരാജ് ഒരു സെക്കൻഡ്. ശ്യാംരാജ് ഒരു സെക്കൻഡ്. ശ്യാംരാജിൻ്റെ കയ്യിൽ ഈ ടെലിഫോൺ നമ്പർ ഉണ്ടാവാൻ എല്ലാ സാധ്യതയുമുണ്ട്. 9447726629 944772669.
ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ പോലീസ് സൂപ്രണ്ട് നിയമാനുസരണം വിളിച്ചു പറയണമല്ലോ, അടുത്ത ബന്ധുവിനോട് അത്തരത്തിൽ ഈ ഒരു നമ്പർ കൊടുത്തു വിളിച്ചു പറയണമെന്ന്. ആരുടേതാണ് ഈ നമ്പർ? അടുത്ത ബന്ധുവിൻ്റേതാ? അല്ലല്ലോ, ഇതൊരു BJP നേതാവിൻ്റേതാണ് അല്ലേ ശ്യാംരാജെ? BJPക്ക് വേണ്ടി ടെലിവിഷൻ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു അഡ്വക്കേറ്റിൻ്റേതാണ് അല്ലേ? അച്ഛൻ പത്തായത്തിലുമില്ല എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാം അല്ലേ? വാജീവാഹനം എവിടെ പോയി ശ്യാംരാജെ? വാജീവാഹനം അത്തരത്തിൽ അങ്ങനെയാണ് എങ്കിൽ അതെ ഈ പറയുന്നത് ശരി, ഇറ്റ്സ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡയറ്റി അല്ലേ? ഇറ്റ്സ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഡയറ്റി. ആ കൊടിമരത്തിന് മുകളിലുള്ള വാജീവാഹനം എന്നത് എങ്ങനെയാണ് അത്തരത്തിലൊരു എന്ത് അധികാരമാണുള്ളത് അത്തരത്തിൽ? BJPയുടെ നേരെ ആരോപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ MLA ആയിരുന്ന, നിങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ആ പത്മകുമാർ ഇപ്പൊ ജയിലിൽ കിടക്കുമ്പോ നിങ്ങളുടെ പാർട്ടി മൊത്തം കള്ളന്മാരാവണ്ടേ? എലി എവിടെയാ ഇരിക്കുന്നത്? പത്തായി തന്നെ ഇരിപ്പില്ലേ? CPM-ന് പത്തായി തന്നെ എലി ഇരിപ്പില്ലേ? സംസ്ഥാന കമ്മിറ്റി അംഗമൊന്നും അല്ല. തന്നെ എലി ഇരിപ്പില്ലേ? ആ നെല്ല് മൊത്തം കട്ടെടുത്ത് നിങ്ങളാണ്. അവിടെയാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. ആ നെല്ല് കട്ടെടുത്ത് നിങ്ങള്, ആ എലി ഇരിക്കുന്ന എലി ഒളിപ്പിച്ചിരിക്കുന്ന നിങ്ങള് മറ്റാളുകളുടെ പേരൊക്കെ ആരോപണങ്ങൾ കൊണ്ടുവരികയാണ്. എങ്ങനെയെങ്കിലും ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തിയിട്ട് അത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരാണെന്ന് ജനം മനസ്സിലാക്കിയപ്പോ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള നാടകമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇതേ ഈ തന്ത്രിക്ക് മേലെ തന്ത്രിക്ക് മേലെ ഇവർ ആരോപിച്ചിട്ടുള്ള എല്ലാ ആരോപണങ്ങളും അറസ്റ്റ് ചെയ്യപ്പെടാത്തത്. ശങ്കർദാസിനെ എന്താണ് അറസ്റ്റ് ചെയ്യാത്തത്? അവിടെ ചെമ്മാണം എഴുതി ശ്യാംരാജ്, आपके क्रोध मेरे प्रश्न के उत्तर नहीं है. മാർക്കണ്ഡേയ മുനി യമദേവനോട് പറഞ്ഞത് ഞാനങ്ങ് പറഞ്ഞുകൊള്ളട്ടെ. आपके क्रोध मेरे प्रश्न के उत्तर नहीं है. അതെന്നാണ് എനിക്കും പറയാനുള്ളത്. ശരി, എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ടാണ്. ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. SIT-യുടെ പരിശോധന തന്ത്രിയുടെ വീട്ടിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ തെളിവുകൾ വരുന്നു, ആരിലേക്കൊക്കെ അന്വേഷണം പോകുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. നമ്മൾ ഇന്ന് പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയിൽ അന്വേഷണം തീരുമോ എന്നതാണ്. നമ്മളോട് പ്രതികരിച്ച വ്യക്തികളിൽ 30% പേർ അതെ എന്ന് പറയുമ്പോൾ അല്ല എന്ന് പറയുന്നവരാണ് കൂടുതൽ. 67% പേർ തന്ത്രിയിൽ തീരുന്നതല്ല സ്വർണ്ണക്കൊള്ള എന്ന് വിശ്വസിക്കുന്നവരാണ്. അന്വേഷണം എങ്ങനെ പോകുന്നു എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും. ടൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു.